ഹായ് എവരി വൺ. ആരെയും കാണുന്നില്ലല്ലോ. യെസ്റ്റർഡേ നമ്മളൊരു വൺ ഡേ ട്രിപ്പ് പോയതാണ്. അപ്പോൾ യെസ്റ്റർഡേ ഒന്നിനെക്കുറിച്ചും പറയാനോ സംസാരിക്കാനോ ഒന്നിനും സമയം കിട്ടിയില്ല. നമ്മൾ വൈകിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരുപാട് ലേറ്റായി. അപ്പോൾ നമ്മുടെ ഒരു പുതിയ ലൈവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇന്നത്തെ വിഷയം ഇന്നലെ പറയണമെന്ന് വിചാരിച്ചൊരു വിഷയമാണ്. ഇന്നലെ അല്ല, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ പറയണമെന്ന് വിചാരിച്ചൊരു വിഷയമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ABC-യിൽ ചർച്ച നടന്നപ്പോൾ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തിരുന്ന വടയാർ സുനിൽജി ആൻഡ് അഹമ്മദ് മാഷ് രണ്ടുപേരും നടത്തിക്കൊണ്ടിരുന്നിരുന്ന ചർച്ചയിൽ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ അഹമ്മദ് മാഷ് വളരെ സങ്കടത്തോടു കൂടിയിട്ട് പൊട്ടിക്കരഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാഷിന്റെ കണ്ണീര് നമ്മുടെ ചങ്കിലാണ് വന്ന് വീണത്. അഹമ്മദ് മാഷ് സങ്കടം കൊണ്ട് അഹമ്മദ് മാഷിന്റെ കണ്ണ് നിറഞ്ഞപ്പോൾ അഹമ്മദ് മാഷ്ക്ക് മാത്രമല്ല വേദനിച്ചത്, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും അതിൽ ഒരുപാട് നൊന്തുപോയി. കാരണം എന്താ വെച്ചാല് അദ്ദേഹം ശരിക്കും നമ്മുടെ നാട്ടിലെ ഓമന പേരിട്ട് വിളിക്കുന്ന രാഷ്ട്രീയക്കാരുടെ മതേതരത്വം എന്ന് പറയുന്ന സംഗതി അതവർ ഭംഗിക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. ആ മതേതരത്വം എന്ന് പറയുന്ന സംഗതി വളരെ വൃത്തിയോടും കൂടി ആത്മാർത്ഥതയോടും കൂടി സിൻസിയർ ആയിട്ട് നടത്തിക്കൊണ്ടു പോകുന്ന കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളാണ് നമ്മുടെ AP അഹമ്മദ് മാഷ്. അദ്ദേഹത്തിന്റെ ചിന്താഗതി, അദ്ദേഹത്തിന്റെ പ്രവൃത്തി, അപ്പോൾ അത് ഒന്നിൽ നിന്ന് വ്യത്യസ്തമല്ല. അദ്ദേഹം എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഒന്ന് പറഞ്ഞിട്ട് മറ്റൊന്ന് പ്രവർത്തിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ല. അപ്പൊ അദ്ദേഹം കഴിഞ്ഞ ദിവസം വടയാർ സുനിൽജിയും അദ്ദേഹം കൂടെ നടത്തിയ ഒരു ചർച്ച, അതായത് നമ്മുടെ നാട്ടില് ഇപ്പൊ ഈ എന്താ പറയാ, ചെന്നൈയുടെ പേരെന്താണ്, മുജാഹിദ് ബാലുശ്ശേരി, യെസ്, കുറേ വർഷങ്ങളായിട്ട് നമ്മളുടെ കൺമുന്നിൽ വെറും വർഗീയ വിഷം മാത്രം തുപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു വർഗീയത കൊണ്ട് മാത്രം പുഴുങ്ങി ഉണ്ടാക്കി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ള ഒരു പ്രത്യേക ജനസിൽപ്പെട്ട ഒരു സാധനമാണ് ഈ പറയുന്ന മുജാഹിദ് ബാലുശ്ശേരി. ഈ മുജാഹിദ് ബാലുശ്ശേരി വായ തുറക്കുന്നത് തന്നെ കുത്തിത്തിരിപ്പിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം വായ തുറന്നു കഴിഞ്ഞാൽ കുത്തിത്തിരിപ്പ് മാത്രമേ പറയുള്ളൂ. ഒരു മനുഷ്യന് ഉപയോഗമുള്ള അല്ലെങ്കിൽ കേൾക്കേണ്ടി വരുന്ന നല്ല കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒരിക്കലും വരാറില്ല. അപ്പൊ ഈ കഴിഞ്ഞ ദിവസത്തെ ചർച്ച മുജാഹിദ് ബാലുശ്ശേരി പണ്ട് പറഞ്ഞിരുന്ന കുറേ വീഡിയോകള് അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്ക, അതായത് സ്വമേധയാ കേസെടുക്കേണ്ട ഏർപ്പാടുണ്ട് ഇവിടെ. നമ്മളൊന്നും ഇപ്പൊ കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുമ്പ് സ്വമേധയാ എന്റെ പേരിൽ പോലീസ് കേസെടുത്തിട്ട് എന്റെ വീട്ടില് ആൾക്കാർ വന്നിരുന്നു. ഞാൻ അതിനെ കുറിച്ച് ആരോടും പറഞ്ഞില്ല, എല്ലാവരും ഇപ്പൊ അങ്ങനെ സൂചിക്കണ്ടെന്ന് വിചാരിച്ചു ഞാൻ. അപ്പൊ സ്വമേധയാ കേസെടുത്തിട്ട് എന്റെ വീട്ടില് എനിക്ക് കേസുണ്ട്, കോടതിയിൽ കൊണ്ടുപോയിട്ട് പൈസ കെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോലീസ് സ്വമേധയാ കേസെടുക്കുന്നുണ്ട്. അതിന്റെ അനുഭവസ്ഥയാണ്, അതിന്റെ രക്തസാക്ഷിയാണ് ഞാൻ. അങ്ങനെയുള്ള നമ്മുടെ നാട്ടില് വർഷങ്ങളായിട്ട് ഈ പറയുന്ന ഈ വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന, അതായത് അമ്പലത്തിന് 10 രൂപ നമ്മൾ സംഭാവന കൊടുത്താൽ അത് വേശ്യാലയത്തിന് കൊടുക്കുന്നതിന് തുല്യാണ്. പിന്നെന്താണ്, നമ്മുടെ ആരാണ്, പടച്ചോന്നാണോ പറയാറ്, നബി 1000 പേരുടെ തല അരിയുന്നുണ്ടെങ്കിൽ അത് പുണ്യമായിട്ട് കരുതണം എന്ന് വേണ്ട ഒരുപാട് കലാപരിപാടികളോട് കൂടിയിട്ടുള്ള വലിയ വലിയ സംഭവങ്ങളൊക്കെ അങ്ങനെ തുപ്പിവെക്കുന്ന ഒരു വൃത്തികെട്ട ഒരു സ്വഭാവക്കാരനാണ് ഈ പറയുന്ന മുജാഹിദ് ബാലുശ്ശേരി. അപ്പൊ ബാലുശ്ശേരി ഇക്കാന്റെ പ്രസംഗങ്ങള് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോ ഈ ബാലുശ്ശേരിക്ക ഇത്രയും കാലമായിട്ട് തുപ്പിക്കൊണ്ടിരുന്ന വിഷയങ്ങൾക്കൊന്നും പോലീസ് സ്വമേധയാ കേസെടുക്കാതായപ്പോ നമ്മുടെ പ്രതീഷ് വിശ്വനാഥ് അദ്ദേഹത്തിന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കോടതി അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി കേസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോടതി. അപ്പോ അദ്ദേഹത്തിന്റെ ഈ വളരെ സൗമ്യമായിട്ട് എല്ലാവരോടും വളരെ മതേതരത്വത്തോടു കൂടി പ്രസംഗിച്ചിരുന്ന വീഡിയോസ് മുഴുവനും വളരെ സ്നേഹത്തോട് കൂടിയിട്ട് കോടതി പറഞ്ഞു അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. കാലം കുറെ ആയതാണ് കേട്ടോ. കാരണം അയാള് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടുള്ള ആ വീഡിയോയില് പണ്ടുകാരെ പറഞ്ഞ പോലെ ഇപ്പൊ പെറ്റ് 4 തലമുറ പെറ്റ് വെക്കാനുള്ള അത്ര കാലം പുറകോട്ട് പോയി അല്ലെങ്കിൽ മുന്നോട്ട് പോയിട്ട് ഈ വൈകിയ വേളയിലാണ് പറയണത് നിങ്ങളുടെ
ആ രാരീരം പാടുന്ന പാട്ടുകളൊക്കെ യൂട്യൂബിൽ നിന്ന് കളയണം എന്നുള്ളത് കോടതി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയിരിക്കെ ആ വിഷയങ്ങളെ കുറിച്ചിട്ടായിരുന്നു ചർച്ച. അപ്പൊ അത് നമ്മുടെ വടയാർ സുനിൽജി പിന്നെ നമ്മുടെ എ പി അഹമ്മദ് മാഷും കൂടെ നമ്മുടെ ABC ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മതേതരത്വവും ഈ നാട്ടിൽ ഇപ്പൊ ഈ വിളയാടിക്കൊണ്ടിരിക്കുന്ന ഈ മതമേലധ്യക്ഷന്മാരുടെ ഈ വിഷം തുപ്പലും ഒക്കെ ആയിരുന്നു ചർച്ച. ആ ചർച്ചയ്ക്കിടയ്ക്കാണ് അദ്ദേഹം പൊട്ടിക്കരഞ്ഞത്. അദ്ദേഹം അറിയാതെ കണ്ണീന്ന് വെള്ളം വന്നപ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം തോന്നി, ഒരുപാട് വിഷമം തോന്നി. കാരണം എന്ന് വെച്ചാൽ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. നല്ലപോലെ എല്ലാവരെയും ഒരുപോലെ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിന്റെ ചർച്ച കണ്ടാൽ മനസ്സിലാവും. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മലയ്ക്ക് പോയിട്ട് കുട്ടികൾ അരവണ പായസം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ അരവണ പായസം അവിടെ ടേബിളിൽ വെച്ച് കഴിഞ്ഞിട്ട് എല്ലാവരോടും കൈ കഴുകി വരാൻ പറയൂ. എല്ലാവരും പോയിട്ട് കൈ കഴുകി വരും. ആ പ്രസാദം എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചപ്പോഴാണ് അഹമ്മദ് മാസ്റ്റർ കണ്ണ് നിറഞ്ഞു പോയത്. അത് മാത്രല്ല, ഇപ്പോ ആ അരവണ തൊടാൻ പാടില്ല. ഇപ്പൊ അരവണ തൊട്ട് കഴിഞ്ഞാൽ അത് ശിർക്കാണ്. ആ അരവണ കഴിച്ചു കഴിഞ്ഞാൽ അത് വിഷമാണ്, കഴിക്കാൻ പാടില്ല, പടച്ചോന് ഇഷ്ടപ്പെടില്ല. പടച്ചോൻ തീരെ ഇഷ്ടപ്പെടാത്തൊരു സംഗതിയാണ് ശിർക്ക്. അപ്പോ ഈ ശിർക്ക് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ വർഗീയത ഒരേപോലെ മതേതരത്വം എന്ന് പറയുന്ന നമ്മുടെ നാട്ടില് ഈ പറയുന്ന ഈ മുജാഹിദ് ബാലുശ്ശേരി തന്നെ പറയുന്നതാണ്. അത് അവരുടെ ആൾക്കാരോട് പറയുന്നത് ഈ അരവണ നമ്മൾക്ക് എല്ലാവർക്കും ഒന്ന് ചിന്തിച്ചാലായിട്ട് മനസ്സിലാവും. ഇപ്പൊ കുറെ കാലങ്ങളായിട്ട്, കുറെ വർഷങ്ങളായിട്ട്, അതായത് എന്റെ മക്കളൊക്കെ ചെറുതായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഈ പരിപാടി. ഈ വർഗീയത, വേർതിരിവ് നമുക്ക് എല്ലാവർക്കും നിശബ്ദമായിട്ട് കുറെ കാലങ്ങളായിട്ട് നമ്മൾ അതായത് ഉണ്ട്, ഇല്ലേ ഇല്ല എന്നുള്ള രീതിയിൽ നമുക്ക് ചുറ്റും നടക്കുന്ന, നമ്മളറിയാതെ നടക്കുന്ന, നിശബ്ദമായിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ് ഈ വേർതിരിവ്, ചേരിതിരിവ്, വേർതിരിവ്. ഈ വേർതിരിവില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കുട്ടികളൊക്കെ സ്കൂളിൽ പോണ കാലത്ത്, എന്റെ മക്കളെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന കാലത്ത്, ആ സമയം തൊട്ട്, ഇപ്പൊ അവർക്കൊക്കെ ഒരാൾക്ക് 28 വയസ്സും ഒരാൾക്ക് 30 വയസ്സൊക്കെ ആയതാണ്. അപ്പൊ അവര് പഠിക്കുന്ന സമയത്ത് അവരോട് ചോദിക്കുമ്പോ പറയാറുണ്ട്, എന്ത്, സ്കൂളിൽ പോയിരിക്കുമ്പോ കുട്ടികൾ ചോദിക്കും, നിങ്ങൾ പള്ളിക്കാരാ അമ്പലക്കാരാ? കൊച്ചു കുട്ടികളാ ചോദിക്കുന്നത്. ഈ കൊച്ചു കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ്, എന്റെ മക്കളോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ പള്ളിക്കാരാണോ അമ്പലക്കാരാണോ? അപ്പൊ കുട്ടികൾ പറയും അമ്പലക്കാരാണെന്ന്. ഉടനെ ആ ചോദിച്ച കുട്ടി അവിടുന്ന് മാറി വേറെ സ്ഥലത്ത് പോയിരിക്കും. അപ്പൊ കാരണം ചോദിച്ചാൽ, നിങ്ങൾ പള്ളിക്കാരാണ്, നിങ്ങളുടെ പള്ളിക്കാരുടെ കൂടി ഇരിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞേക്കണത്. പള്ളിക്കാരുടെ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ പാപം കിട്ടും. അതൊന്ന്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാല്, ഈ പറയുന്ന നാട്ടിലുള്ള സർവത്ര മനുഷ്യരും ഒരു കാലത്ത് ജീവിക്കാനായിട്ട് ആശ്രയിച്ചിരുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ്. ആ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചേക്കേറി എല്ലാവരും പ്രവാസികളായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നിരുന്ന ഒരു മാറ്റം, അതായത് അറബ് പൈസ നമ്മുടെ നാട്ടിലേക്ക് കണ്ടമാനം ഒഴുകാൻ തുടങ്ങിയപ്പോൾ, അത് കള്ളപ്പണമായിട്ടും വെള്ളപ്പണമായിട്ടും ഒഴുകാൻ തുടങ്ങിയപ്പോൾ, അറബ് നാട്ടിലെ സ്വർണങ്ങളും അറബ് നാട്ടിലെ പൈസകളും മാത്രമല്ല നമ്മുടെ നാട്ടിലേക്ക് ഒഴുകിയത്, നമ്മുടെ നാട്ടില് അറബ് സംസ്കാരം കൂടിയിട്ട് വന്നു നമ്മുടെ നാട്ടില്. ആ അറബ് സംസ്കാരം, അതായത് ഭക്ഷണത്തിന്റെ കാര്യത്തില്, വേഷത്തിന്റെ കാര്യത്തില്, ഈ കോലം കിട്ടുന്ന കാര്യത്തില്, അതുപോലെ ഈ ജാതിയുള്ള കുത്തിത്തിരിപ്പ് പരിപാടികള്, ഇതിന് മുഴുവനും എന്താ പറയാ, വലിയൊരു പങ്ക് വഹിച്ച ഒരു അവസ്ഥയായിട്ട് മാറി. നമ്മുടെ ഇവിടുന്ന് പ്രവാസികൾ എല്ലാവരും കൂടിയിട്ട് അറബ് നാട്ടിൽ പോയിട്ട് ജീവിതം പച്ച പിടിച്ച് തുടങ്ങിയപ്പോൾ നമ്മുടെ നാട്ടിൽ വന്ന വലിയൊരു സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരമേ മാറി. നമ്മുടെ സംസ്കാരമേ മറന്നു. നമുക്കൊരു പൈതൃകമുണ്ട്, നമുക്കൊരു സംസ്കാരമുണ്ട്, നമ്മുടെ നാടിനൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരങ്ങളൊക്കെ മറന്നിട്ട് വെറും അറബ് നാടുകളിലെ ഭക്ഷണ രീതികള്, അറബ് നാടുകളിലെ വേഷവിധാനങ്ങള്, അറബ് നാടുകളിലെ പിന്നെ എന്താ പറയാ അവരുടെ പിന്നെ തലയ്ക്കകത്ത് എന്തൊക്കെയാണോ വരുന്നത് അതേപോലത്തുള്ള കുത്തിത്തിരിപ്പ് ചിന്താഗതികള്, ഈ വേർതിരിവായിട്ടുള്ള ചിന്താഗതികൾ, ഇതെല്ലാം നമ്മുടെ നാട്ടില് നടമാടി. അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ പറയുന്ന സ്ഥാനത്ത് ചർച്ചയ്ക്ക് വന്നപ്പോൾ ഈ സംഗതികൾ മുഴുവനും സത്യസന്ധമായിട്ടും നമുക്ക് ചുറ്റിലും നടക്കുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ, ആരൊക്കെയോ അറിയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു കൂട്ടർ അറിയുന്നില്ല, പക്ഷെ അത് സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഇതൊക്കെ നമുക്ക് ചുറ്റും സംഭവിച്ചപ്പോഴും ഈ ഹിന്ദു എന്ന് പറയുന്ന നമുക്ക് അപ്പോഴും എന്ത് വേണമായിരുന്നു? മതേതരത്വം വേണമായിരുന്നു. അതിൽ ആരെങ്കിലും ഒരാള്, ഇപ്പൊ എന്നെ പോലുള്ള ഒരാള് അല്ലെങ്കിൽ എന്നെ പോലുള്ള മറ്റാരെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ ഉടനെ ഞാൻ വർഗീയവാദിയായി എന്നെ മുദ്രകുത്തും. അതൊരു ടാർഗറ്റാണ്. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ എന്റെ വർഗത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്റെ സമുദായത്തിന് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്നവൻ അവന്റെ സമുദായത്തിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് വേണമെങ്കിലും പറയാം, എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷെ ഹിന്ദു എന്ന് പറയുന്ന ഞാൻ എന്റെ സമുദായത്തിന് വേണ്ടിയിട്ടോ എന്റെ സഹപ്രവർത്തകർക്ക് വേണ്ടിയിട്ടോ എന്റെ സഹജീവികൾക്ക് വേണ്ടിയിട്ടോ ഒരു ചെറുവിരൽ പോലും അനക്കാൻ പാടില്ല
എന്നുള്ളത് എന്നുള്ള തിട്ടൂരവും ഈ നാട്ടില് ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അത് പേടിച്ചിട്ട് ആരും വാ തുറന്നൊരക്ഷരം മിണ്ടില്ല. കാരണം വർഗീയവാദിയാണെന്ന് പറഞ്ഞിട്ട് മുദ്ര കുത്തും. അപ്പോ ഈ സംഗതികൾ നടക്കുമ്പോഴേ ഇത് നിശബ്ദമായിട്ട് നമ്മുടെ നാട്ടില് ഈ വേർതിരിവ് നിശബ്ദമായിട്ട് കുറെ കാലങ്ങളായിട്ട്, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കഴിഞ്ഞ 10-30 വർഷങ്ങളായിട്ട്, ഞാൻ എന്റെ കുട്ടികളുടെ കുട്ടിക്കാലം പറയാനായിട്ട് എന്റെ അനുഭവം പറയണ്ടേ, ആ കുട്ടികളുടെ കുട്ടിക്കാലത്ത് തുടങ്ങിയിട്ടുണ്ട് ഈ വേർതിരിവ്. നേരെ മറിച്ചിട്ട് ഒരു ഹിന്ദുവിന്റെ കുട്ടി വന്നിട്ട്, ഞാൻ ഒരിക്കലും നിങ്ങൾ ഒരിക്കലും എന്നെ ഒരു വർഗീയവാദിയായിട്ട് കാണാതെ, ഞാൻ പറയുന്നത് ജെനുവിൻ ആണെന്ന് സമ്മതിക്കേ, ഞാൻ പറയുന്നത് ജെനുവിൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ മാത്രം നിങ്ങൾ അംഗീകരിച്ചാൽ മതി. ഈ വർഗീയവാദിയാണെന്ന് മുദ്രകുത്തപ്പെട്ട എന്റെ മക്കൾ ഒരിക്കലും അങ്ങോട്ട് പോയിട്ട് ചോദിക്കില്ല, അതെന്താ നിങ്ങൾ പള്ളിക്കാരാണോ അമ്പലക്കാരാണോന്ന് എന്റെ മക്കൾ ചോദിക്കില്ല. എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് ഉത്തരം പറയൂ. ഈ 30 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കുട്ടി 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടി ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ പള്ളിക്കാരാണോ അമ്പലക്കാരാണോ? 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് ചിന്തിക്കണം. ആ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്റെ മോളോട് ചോദിച്ചതാണ്. എന്നിട്ട് എന്റെ മോള് വന്നിട്ട് എന്നോട് കംപ്ലൈന്റ് പറഞ്ഞതാണ്, അമ്മ ഇതുപോലെ ചോദിക്കുന്നു, നമ്മൾ പള്ളിക്കാരാണോ അമ്പലക്കാരാണോ എന്നുള്ളത്. അപ്പൊ ഞാൻ അതിന് എന്താണ് മറുപടി പറയേണ്ടത്? അതിനോട് കൂടെ ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. എന്റെ തൊട്ടപ്പുറത്തെ വീട്ടില്, എന്റെ ഒരു 30 വർഷങ്ങൾക്ക് ഒരു 10-35 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്ന ആളുടെ സ്വഭാവം ഞാൻ പറയുന്നത്, ആ 35 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്ന മനുഷ്യൻ ചിന്തിച്ചിരുന്നത്, എന്റെ കുട്ടികളെ ഒരിക്കലും വർഗീയമായിട്ട് വേർതിരിവ് കാണാൻ പാടില്ല എന്നായിരുന്നു എന്റെ ചിന്താഗതി. അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്നത്, എനിക്ക് ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഭാഗത്ത് അധികവും ക്രിസ്ത്യാനികളാണ്, ഹിന്ദു ക്രിസ്ത്യാനികളാണ് കൂടുതൽ, മുസ്ലിംസ് കുറവാണ്. അപ്പൊ ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിലും സ്റ്റാർ ഇടും. കാരണം അതിന്റെ കാരണം ഞാൻ കണ്ടെത്തിയത്, എന്റെ മക്കള് അപ്പുറത്തെ വീട്ടിലെ സ്റ്റാർ കാണുമ്പോൾ എന്നോട് ചോദിക്കാൻ പാടില്ല, അമ്മ എന്തുകൊണ്ട് അവിടെ സ്റ്റാർ ഇട്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഇടാത്തെ? അപ്പൊ എനിക്ക് പറയേണ്ടി വരും, മക്കളെ അവർ ക്രിസ്ത്യാനികളാണ്, നമ്മൾ ഹിന്ദുക്കളാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും. ആ വർത്തമാനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ പറയുന്ന ക്രിസ്മസിനും ഞാൻ എന്റെ വീട്ടിലൊരു സ്റ്റാർ ഇടും. അത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അതാണ് മതേതരത്വം. എന്റെ കുട്ടികള്, വളർന്നു വരുന്ന കുട്ടികള് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കത് വേർതിരിവോട് കൂടി പറയാൻ പറ്റരുത്. അതുകൊണ്ടാണ് ഞാൻ എന്റെ മക്കൾക്കും ഒരു സ്റ്റാർ വാങ്ങി ഞാൻ എന്റെ വീട്ടിലിടാറ്. പക്ഷേ അവിടുന്ന് കുറച്ചു കാലം കൂടെ മുന്നോട്ട് പോയപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എന്റെ വീട്ടിൽ ഞാൻ ഓണം ആഘോഷിക്കാറുണ്ട്, എന്റെ വീട്ടിൽ ഞാൻ വിഷു ആഘോഷിക്കാറുണ്ട്. ഏതെങ്കിലും എന്റെ അയൽവക്കക്കാരനായ ക്രിസ്ത്യാനി, ഞാൻ ആരോടും വർഗീയത പറയുന്നതല്ല, എനിക്ക് ആരോടും വേർതിരിവില്ല, അങ്ങനെ ആരും ചിന്തിക്കേണ്ട. എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ളത് ക്രിസ്ത്യാനിയാണോ മുസ്ലിം ആണോ ആരോ ആവട്ടെ, അവന്റെ വീട്ടില് എന്നെ പോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ കണികളെല്ലാം വെച്ച് വിളക്ക് കത്തിച്ചു വെച്ചിട്ട് എത്ര പേര് കണി കാണാറുണ്ടാവും എന്ന് ഒരു 5 വർഷങ്ങൾക്കപ്പുറം ഞാനും ചിന്തിക്കാൻ തുടങ്ങി. അവിടുന്നാണ് ഞാനൊരു വർഗീയവാദിയായിട്ട് സ്വയം ഞാൻ മാറിയത്. ബിക്കോസ് എന്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തി ഒരു പരിധിവരെ എന്നെ ചിന്തിപ്പിക്കുമല്ലോ. ഞാൻ തലച്ചോറുള്ള അല്ലെങ്കിൽ തലയ്ക്കകത്ത് ആൾതാമസമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചിന്തിക്കും. കാരണം എന്റെ വീട്ടിലെ ആഘോഷങ്ങൾക്കും എന്റെ വീട്ടിലെ വിശേഷങ്ങൾക്കും അപ്പുറത്തുള്ള ആൾക്കാർക്ക് യാതൊരു തരത്തിലുള്ള വികാരങ്ങളോ വിചാരങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം എന്തിന്? വൈ ഐ ഷുഡ്? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ? പക്ഷെ എന്നാലും നമ്മൾ കാണിക്കാറില്ല. ഒരു കാര്യം ഞാൻ മാറ്റി, എന്റെ വീട്ടിലെ സ്റ്റാർ ഇടുന്ന പരിപാടി നിർത്തി. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് എന്നോട് വന്നിട്ട് അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ചോദിച്ചു, പള്ളിക്കാരാണോ അമ്പലക്കാരാണോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം കൊണ്ട് ഞാൻ മനസ്സിലാക്കി, എന്റെ വീട്ടിൽ ഞാൻ നാളെ മേലൊക്കെ സ്റ്റാർ ഇടുന്നില്ല. അപ്പൊ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന പോലെ സമൂഹമേ, നിങ്ങളാണ് എന്നെ ഈ തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ വീട്ടിൽ ശബരിമലയ്ക്ക് പോയിട്ട് എന്റെ ഫാദറിൻലോ ഒരുപാട് വർഷങ്ങൾ 2 പ്രാവശ്യം ശബരിമലയ്ക്ക് പോയിട്ട് തെങ്ങ് വെച്ചിട്ടുള്ള ആളാണ്. 18 വർഷം അടുപ്പിച്ച് ശബരിമലയ്ക്ക് പോയാലാണ് തെങ്ങ് വെക്കാനുള്ള അവകാശം സംഭവിക്കുന്നത്. അങ്ങനെയുള്ള എന്റെ അമ്മാനച്ചൻ 2 തവണ തെങ്ങ് വെച്ചിട്ടുള്ള ആളാണ്. എല്ലാ വർഷവും അദ്ദേഹം മലയ്ക്ക് പോവും. നന്നായിട്ട് കെട്ടുനിറയ്ക്കാൻ, ആ ചടങ്ങോടുകൂടി കെട്ടുനിറയ്ക്കാൻ അറിയുന്ന ഒരു പഴമയായിരുന്നു എന്റെ അമ്മാനച്ചൻ. അപ്പൊ അദ്ദേഹം എല്ലാ വർഷവും ഈ പറയുന്ന പോലെ ശബരിമലയ്ക്ക് പോയിട്ട് അവരുടെ കൂട്ടുകാരും എല്ലാവരും കൂടെ ശബരിമലയ്ക്ക് പോയിട്ട് വരുമ്പോൾ അരവണപ്പായസം കൊണ്ടുവരും. എല്ലാവരും വാങ്ങിക്കൊണ്ട് വരാൻ പറയാറുണ്ട്, എല്ലാവർക്കും വാങ്ങിക്കൊണ്ട് കൊടുക്കാറുമുണ്ട്. പക്ഷേ കുറച്ചു കാലം പിന്നിട്ടപ്പോൾ ഈ അരവണപ്പായസം കഴിക്കാൻ പാടില്ല, തൊടാൻ പോലും പാടില്ല, അത് പേടിയാണ്, അതിനെ പേടിക്കണം, അതിനെ വർജിക്കണം, അത് കഴിക്കാനോ തൊടാനോ പാടില്ല എന്നുള്ള രീതിയിലേക്ക് മറ്റുള്ള സമൂഹങ്ങൾ മാറി. അപ്പോഴും നമ്മുടെ ചിന്താഗതിക്കോ
നമ്മുടെ മനസ്സിലെ പ്രവർത്തികൾക്കോ ഒരു മാറ്റവും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ സമൂഹത്തിൽ ഞാൻ പതിയെ 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 നടന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളിത് കൊണ്ടു കൊടുക്കുമ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അത് മേടിച്ച് കഴിച്ചിരുന്ന മനുഷ്യര്, അയ്യോ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഇത് കഴിക്കാൻ പാടില്ല, അങ്ങനെയാ എന്ന് പറയുന്ന രീതിയിലേക്ക്, അവർ തുറന്നു പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. പിന്നെ അവർക്കത് വേണ്ട. നമ്മളുടെ അരവണ പായസം എന്നല്ല, അമ്പലത്തിലെ പായസമോ അല്ലെങ്കിൽ പൂജ കഴിഞ്ഞ പായസമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രസാദം, ഒരു ഭഗവാന് നേദിച്ച പ്രസാദമാണ്. നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരൻ എല്ലാവരും ഒന്നാണെന്നാണ് ചിന്തിക്കുന്നത്. ആ എന്റെ വിശ്വാസം ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വേറൊരു ഡിഫറെന്റ് ആണ്, അത്രേ വ്യത്യാസമുള്ളൂ. ഇതെല്ലാം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏതോ മനുഷ്യർ എഴുതി വെച്ചിട്ടുള്ള കിതാബുകളുടെ പേരും പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ ആരും ദൈവത്തെ നേരിട്ട് പോയിട്ട് കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ദൈവത്തെ? ഞാൻ എന്റെ ജീവിതത്തിൽ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട്. എപ്പോഴാണെന്നറിയോ? എന്റെ ജീവിതത്തിൽ അതുപോലുള്ള കാലഘട്ടങ്ങൾ വരുമ്പോ, അതുപോലുള്ള നിമിഷങ്ങൾ വരുമ്പോൾ, ആ സിറ്റുവേഷൻസിൽ എന്നെ ഹെൽപ്പ് ചെയ്ത, അത്രയും ഒരു മരണാസന്നമായി നിൽക്കുന്ന അവസ്ഥയുണ്ട്, കാലിന്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോവാന്ന് പറയും. അങ്ങനെ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോയി നിൽക്കുന്ന സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള മനുഷ്യര്, അവര് എന്റെ മനസ്സിൽ എനിക്ക് ഈശ്വരന്മാരായിരുന്നു. അവരെയാണ് ഞാൻ ഈശ്വരനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരാണ് എന്റെ മനസ്സിലെ ഈശ്വരന്മാർ, അവരാണ്. അങ്ങനെ ഞാൻ ഈശ്വരനെ കണ്ടിട്ടുണ്ട്. അല്ലാത്ത ഈശ്വരന്മാരൊക്കെ നമ്മുടെ സങ്കല്പങ്ങൾ മാത്രമാണ്. ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ആയാലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയാലും ഹിന്ദു കമ്മ്യൂണിറ്റി ആയാലും നമ്മളൊക്കെ മനസ്സിൽ വെച്ച് ആരാധിച്ചു പോരുന്നത് വെറും സങ്കല്പം മാത്രമാണ്, വെറും മിഥ്യയാണ്. ആ ഒരു വിശ്വാസം മാത്രമാണ്. കാരണം ഈശ്വരവിശ്വാസം എന്നൊരു സംഗതി നമ്മുടെ നാട്ടിൽ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഓൾമോസ്റ്റ് മനുഷ്യരും, ഇപ്പൊ ഈ കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും ആ ചിന്താഗതി ഇല്ല, അതുകൊണ്ട് തന്നെ അവരെന്തും കാണിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ യാതൊരു ചിന്താഗതിയും ഇല്ല, ഈശ്വര സങ്കല്പം അവർക്കില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് എന്തും കാണിക്കാം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരുടെ അവർക്ക് ആരെയും കൊല്ലാനോ പിന്നെ വെട്ടാനോ അടിക്കാനോ ഒന്നിനും അവർക്ക് യാതൊരു തരത്തിലുള്ള മടിയുമില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ എല്ലാ മനുഷ്യരും, ഈ കോടിക്കണക്കിന് ജനങ്ങളും അതുപോലെ ആയിരുന്നു ചിന്താഗതിയെങ്കിൽ നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാകുമായിരുന്നോ? ഇല്ല. അപ്പൊ ഒരു പറ്റം മനുഷ്യർ മുഴുവനും ഈശ്വരനെ പേടിച്ച്, അല്ലെങ്കിൽ ഈശ്വര വിശ്വാസത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിനെ പേടിക്കണം കേട്ടോ, ദൈവത്തിനെ മറക്കരുത് കേട്ടോ, വന്ന വഴി മറക്കല്ലേ ദൈവത്തെ മറക്കല്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒരുപാടുണ്ട്, ഇല്ലേ? അപ്പൊ ആ ഈശ്വര പേടിയില് എന്നാ സത്യത്തിൽ ഈശ്വരൻ ഉണ്ടോ? അതൊരു ചോദ്യമാണ്. അപ്പൊ ആ അദൃശ്യനായ ഏതോ ഒരു പ്രകൃതി, ഒരു ശക്തി നമ്മളെ നയിക്കുന്നുണ്ട്, ഒരു സത്യമായ ഒരു ശക്തി നമ്മളെ നയിക്കുന്നുണ്ട്. അത് ഏത് രൂപത്തിലാണെന്നോ ഏത് ഭാവത്തിലാണെന്നോ നമുക്കറിയില്ല, പക്ഷെ നമ്മൾ അതിൽ വിശ്വസിക്കുന്നു. ആ ആത്മീയതയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു ഓൾമോസ്റ്റ് ആൾക്കാരും ആരെയും തട്ടിപ്പറിക്കാറില്ല, പിടിച്ചു പറിക്കാറില്ല, പറ്റിക്കാറില്ല, വഞ്ചിക്കാറില്ല, കൊല്ലാൻ പോകാറില്ല, ആരോടും നമ്മൾ നുണ പറയാറില്ല, അങ്ങനെ ഒന്നും ചെയ്യില്ല. പറ്റാവുന്ന രീതിയിലുള്ള പല ഹെൽപ്പുകളും നമ്മൾ പലർക്കും ചെയ്തു കൊടുക്കാറുണ്ട്. അത് ഈശ്വരനെ പേടിച്ചിട്ടാണ്, അല്ലെ? പേടിക്കാൻ ആരുമില്ല എന്നുണ്ടെങ്കിലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടില് ഒരു ഈശ്വരവിശ്വാസം ഒന്നുമില്ല, ഒരു പൈതൃകവും ഇല്ല, ഒരു തരത്തിലുള്ള സംഭവങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ്? കയറൂരി വിട്ട കാളക്കൂറ്റന്റെ പോലെ ആയിരിക്കും, അല്ലെ? ആ സുഹൃത് കൃഷ്ണ നമസ്തേ. അപ്പൊ കയറൂരി വിട്ട ഒരു കാളക്കൂറ്റൻ എന്തൊക്കെ ചെയ്ത് നശിപ്പിക്കുമോ അതുപോലെ നമ്മുടെ ജനങ്ങൾ എല്ലാവരും മാറും, അവരെല്ലാവരും ഈ നാട്ടിൽ അതുപോലെ നാശം വിതയ്ക്കും, ആണല്ലോ? അപ്പൊ ആ ഈശ്വര സങ്കല്പത്തില്, ആ ഈശ്വര വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോ അതൊരു അദൃശ്യമായ, അല്ലെങ്കിൽ ആർക്കും ഇന്ന് വരെ തെളിവില്ലാത്ത, തെളിവ് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത വിശ്വാസങ്ങളില് ആ എന്താ പറയാ, ഒരു തരത്തിലും നമ്മൾ ഈശ്വരനെ കാണാത്ത ആ ഒരു വിശ്വാസത്തിൽ മാത്രം മുന്നോട്ട് പോകുമ്പോ നമ്മളോട് ആരാണ് പറഞ്ഞത് നീ ഹിന്ദുവാണ്? നിങ്ങളോട് ആരാണ് പറഞ്ഞത് നീ ക്രിസ്ത്യാനിയാണ്? അവരോട് ആരാണ് പറഞ്ഞത് നീ മുസ്ലിമാണ്? ഇതൊക്കെ സ്വയം എടുത്ത് മേലങ്കി അണിഞ്ഞതല്ലേ? ഏറ്റവും കാലങ്ങൾക്ക് മുമ്പ്, ഒരു 5000 അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ആരായിരുന്നു? ക്രിസ്ത്യാനി ഉണ്ടായിരുന്നോ? ഹിന്ദു ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ മറ്റുള്ള നമുക്കൊരു സനാതന സംസ്കാരം ഉണ്ടായിരുന്നു, അല്ലേ? അതായിരുന്നല്ലോ നമ്മുടെ ജീവിത രീതി. അതിനുശേഷം വന്ന കഥകളൊക്കെ നമുക്കറിയാം. അപ്പൊ ഇതൊക്കെ വെറും സങ്കല്പങ്ങളിൽ മനുഷ്യന്മാര് മാത്രം ചെയ്തു വെച്ച, നമ്മളെ പോലുള്ള പഴയ തലമുറക്കാർ ചെയ്തു വെച്ച, പഴയ തലമുറക്കാർ എഴുതി വെച്ച ആ വിശ്വാസങ്ങളുടെ പുറകും പിടിച്ചിട്ടാണ് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ പാകത്തിന് നീ ക്രിസ്ത്യാനിയാണ്, നിന്നോട് മിണ്ടരുത്, നിന്റെ കഴിക്കരുത്, നീ മുസ്ലിമാണ്, നിന്നെ നോക്കരുത്, നിന്നെ എന്താ പറയാ, നിന്റെ കയ്യിൽ നിന്നൊന്നും വാങ്ങരുത്, ഇങ്ങനെയുള്ള രീതികളിലേക്കൊക്കെ നമ്മൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയത് ഇപ്പൊ ഈ കാലഘട്ടത്തിലാണ്, ആണല്ലോ? ഇതില് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ പറയുന്ന ജനങ്ങളുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ വർഗീയ വിഷങ്ങള് തുപ്പി ഇറക്കിക്കൊണ്ടിരിക്കുന്ന വർഗമാണ് ഈ മതമേലധ്യക്ഷന്മാര്. ഈ ഉസ്താദിന്റെ പേരിലും ഈ പറയുന്ന മറ്റു ഭാഗക്കാരുടെ പേരിലും കുപ്പായവും ഇട്ടുകൊണ്ട് ദൈവത്തിന്റെ സ്വന്തം
ദൈവത്തിന്റെ സ്വന്തം കുഞ്ഞാടെന്നും ദൈവത്തിന്റെ സ്വന്തം ഉസ്താദെന്നും പറഞ്ഞിട്ട് ദൈവത്തിനെ ആരാധിക്കുന്ന, ദൈവത്തിനെ ഫുൾ ടൈം ദൈവത്തിനെ അതുപോലെ തന്നെ ദൈവമായിട്ട് അവതരിച്ചിരിക്കുന്ന മതമേലധ്യക്ഷന്മാരാണ് നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പറയാറുള്ളതാണ്, മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഈ മതമേലധ്യക്ഷന്മാരാണ് നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ വർഗീയ വിഷം തുപ്പി മനുഷ്യരുടെ മനസ്സ് ഇത്രയും ചളിപ്പാക്കി വെച്ചത്, കൊടും വിഷമാക്കി വെച്ചത്. എന്റെ കുട്ടിക്കാലത്തൊന്നും എന്റെ അമ്മയുടെ വീടിന്റെ അടുത്ത്, എന്റെ തൃശ്ശൂർ നാട്ടില് നമ്മുടെ വീടിന്റെ അടുത്ത് മുസ്ലിംസ് കുറവാണെന്നുണ്ടെങ്കിലും എന്റെ അമ്മയുടെ വീടിന്റെ അടുത്ത് ഒരുപാട് മുസ്ലിംസ് ഉണ്ടായിരുന്ന നാടാണ്. ഒരുപാട് അയൽവക്കക്കാര് മുസ്ലിം ആയിട്ടുണ്ടായിരുന്ന ആളാണ് ഞാൻ. 4 വർഷം പെരിന്തൽമണ്ണയിൽ മങ്കടയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. 4 വർഷം. എനിക്ക് അവിടെ നിന്നും കിട്ടിയിട്ടുള്ള ആ മുസ്ലിംസിന്റെ കയ്യിൽ നിന്ന് അന്ന് കാലത്ത് എനിക്ക് 19 വയസ്സോ 20 വയസ്സോ മറ്റോ ഉള്ളൂ. ആ കാലത്ത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ സപ്പോർട്ട്, അവരെനിക്ക് തന്ന സ്നേഹം, എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തത്ര ഏറ്റവും നല്ല സമയം ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ മങ്കട വർക്ക് ചെയ്തിരുന്ന കാലത്തെ ആ 4 വർഷമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ സമയമെന്ന് ഞാൻ പറയും. അത്രയ്ക്കും സ്നേഹമായിരുന്നു. എല്ലാവരും ഒരുപോലെ, എല്ലാവരും വളരെ ഒന്നായ മനസ്സോട് കൂടിയിട്ട് സഹകരിക്കുന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അവിടുത്തെ ഒരു തയ്യൽ കുടുംബത്തിലെ ഒരു ഇതേപോലെ മുസ്ലിം കുടുംബമാണ്. അതുപോലെ ഓൾമോസ്റ്റ് മുസ്ലിംസ് ആണ് അവിടെ. അവര് മുഴുവൻ എനിക്ക് തന്ന, അവരുടെ കുട്ടികൾ എന്റെ നഴ്സറിയിൽ വന്നിരുന്നു. അവരുമായിട്ട് സഹകരിച്ച് അവരുടെ രക്ഷിതാക്കളായിട്ടും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും, ക്രിസ്ത്യാനികൾ അവിടെ മങ്കടയിൽ കുറച്ച് കുറവാണ്. ഇന്ന് എനിക്കറിയില്ല, അന്ന് ഓൾമോസ്റ്റ് മുസ്ലിംസ് ആയിരുന്നു. അപ്പൊ അവരെനിക്ക് തന്നിരുന്ന സ്നേഹം, അവര് തന്നിരുന്ന ഒരുമ, അവര് എന്ത് പറഞ്ഞാലും ടീച്ചറെ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാനൊരു 10-17 വർഷം നഴ്സറി ടീച്ചർ ആയിരുന്നു, കൊച്ചു കുട്ടികളുടെ ലോകത്തായിരുന്നു ഞാൻ. അപ്പോ ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ എനിക്ക് തന്നൊരു സ്നേഹം, എനിക്ക് തന്നിരുന്ന സ്ഥാനം എത്രത്തോളം വലുതാണെന്ന് എനിക്ക് ഒരിക്കലും ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലം നമുക്ക് ഉണ്ടായിരുന്നു. ആ കാലമൊക്കെ പോയി കളഞ്ഞതാരാണ്? ഇന്ന് ഇത്രയും വർഗീയമായി ചിന്തിക്കാനും ഈ അറബ് നാടുകളിലെ പോലത്തെ സംസ്കാരങ്ങൾ കുത്തിനിറയ്ക്കാനും നമ്മുടെ നാടിനെ പ്രേരിപ്പിച്ചത് ആരാണ്? ഉറപ്പായിട്ട് ഞാൻ പറയും, ഈ മതമേലധ്യക്ഷന്മാര് മാത്രമാണ്. അവർക്കാണ് ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും. നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്നുണ്ടെങ്കിൽ, വർഗീയത കാണിക്കുന്നുണ്ടെങ്കിൽ, വർഗീയത ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെ സ്ഥാനം, അത് ചെയ്തു കൂട്ടിയ വിഷം വിതച്ചത് ഈ 2 സമൂഹത്തിലും പെട്ട മതമേലധ്യക്ഷന്മാര് മാത്രമാണ്. അനാവശ്യമായ കാര്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി. ഇപ്പൊ ഈ ബാലുശ്ശേരി പറഞ്ഞില്ലേ, മുജാഹിദ് ബാലുശ്ശേരി എന്താ പറഞ്ഞത്? അമ്പലത്തിലേക്ക് അത് ഏതെങ്കിലും ഒരു ചിന്തിക്കാൻ കഴിയില്ലാത്തവന്റെ തലയ്ക്കകത്ത് അത് പെടുന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെ തന്നെ ചിന്തിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു തീവ്രമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സിലും അത് അങ്ങനെ തന്നെ കിടക്കുള്ളൂ. ഏതെങ്കിലും ഒരു അമ്പലത്തിലേക്ക് 50 രൂപ വേണമെങ്കിൽ നിങ്ങൾ വെറുതെ കൊടുത്തോ, പക്ഷെ സംഭാവന കൊടുക്കരുത്. ഏതെങ്കിലും അമ്പലത്തിലേക്ക് സംഭാവന കൊടുത്താൽ അത് വേശ്യാലയത്തിന് കൊടുക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. എത്രത്തോളം നീചമാണ് ഇവരുടെ ചിന്താഗതികൾ, എത്രത്തോളം നീചമാണ്. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാലോ, അതിന് നമ്മൾ എതിർത്ത് എന്തെങ്കിലും പറഞ്ഞാലോ, ഇപ്പൊ ഞാൻ വർഗീയവാദിയാണ്, ഇപ്പൊ എന്റെ ലേബല് ഇപ്പൊ ഓൾറെഡി വന്നിട്ടുണ്ടാവും. ഞാൻ ഈ വിഷയങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ തന്നെ എന്റെ ഐഡിയയുടെ റീച്ച് അങ്ങ് പോകും. ഇപ്പൊ ചെയ്യുന്ന വേറൊരു പരിപാടി അതാണ്. ഞാൻ ഈ വർഗങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ എന്റെ ഐഡിയയുടെ റീച്ച് അങ്ങ് കളയും. അത് ഈ ഫേസ്ബുക്കും കൂടി ഒത്തിട്ടാണോന്ന് എനിക്ക് അറിയാൻ പാടില്ല, സത്യമായിരിക്കാം. ഇതിന്റെയൊക്കെ ഷെയറോ അല്ലെങ്കിൽ നടത്തിപ്പുകാരോ ഒക്കെ തലപ്പത്തിരിക്കേണ്ട ഇവരായിരിക്കും, അല്ലാതെ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ നാട്ടില് ഹൈവേ വന്നു, നമ്മുടെ നാട്ടിലെ സൗകര്യങ്ങൾ വന്നു, നമ്മുടെ നാട്ടിൽ ഗ്യാസ് സിലിണ്ടർ കൊടുത്തു, നമ്മുടെ നാട്ടിലെ ശൗചാലയം കൊടുത്തു, നമ്മുടെ നാട്ടിൽ സർവത്ര കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി. പക്ഷേ ഈ പ്രധാനമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും മറ്റുള്ളവരോടും മുഴുവനും കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? നമുക്ക് സ്വന്തമായിട്ട് നമ്മുടേതായ രീതിയിൽ നമ്മുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു പ്രൈവസി നമുക്ക് വേണം. ഇന്ന് സായിപ്പ് അവിടെ ഇരുന്നിട്ട് ഒരു കുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ആയാലും വേണ്ടില്ല, ഫേസ്ബുക്ക് ആയാലും വേണ്ടില്ല, ഇൻസ്റ്റഗ്രാം ആയാലും വേണ്ടില്ല, അവിടെ നിൽക്കും. നമ്മുടെ എല്ലാ തരത്തിലുള്ള രഹസ്യങ്ങളും അവരുടെ കയ്യിലാണ്. ആരാണ് ഗൂഗിളിന്റെ ഉടമസ്ഥൻ? ആരാണ് ഫേസ്ബുക്കിന്റെ ഉടമസ്ഥൻ? ആരാണ് ഇൻസ്റ്റഗ്രാമിന്റെ ഉടമസ്ഥൻ? ആരാണ് ട്വിറ്റർ നടത്തുന്നത്? ഇത് മുഴുവനും നമ്മൾ നമ്മുടെ തല കൊണ്ടുപോയിട്ട് വിദേശത്ത് വിദേശീയരുടെ കാലിന്റെ അടിയിലാണ് വെച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അണ്ടർവെയറെങ്കിലും സ്വന്തമായിട്ടുണ്ടോ ആർക്കെങ്കിലും? അണ്ടർവെയർ ഞാൻ ഉദ്ദേശിച്ചത് ഈ പറയുന്ന സംഗതികളാണ്. ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് അതിനൊരു മാറ്റം വരാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ നാടൻ ചിന്തിക്കാത്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. നമ്മുടെ പ്രൈവസിക്ക്, നമ്മുടെ രഹസ്യങ്ങൾക്ക്
നമ്മുടെ ഐഡിയ ആണെങ്കിലും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും ഈ പറയുന്ന ഗൂഗിൾ ആശാമാരെല്ലാം കവർന്നെടുക്കുന്നുണ്ട്, എല്ലാം കവർന്നെടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. നിങ്ങളിന്ന് ഫോണിൽ സംസാരിച്ചാൽ മതി, ഫോൺ എടുത്തു വെച്ചിട്ട് സംസാരിച്ചാൽ മതി. ഞാനിന്നൊരു വാടക വീടിനെ കുറിച്ച് സംസാരിച്ചു, ഞാനിന്നൊരു വാഷിംഗ് മെഷീനെ കുറിച്ച് സംസാരിച്ചു, ഞാനിന്നൊരു തയ്യൽ മെഷീനെ കുറിച്ച് സംസാരിച്ചു. ഉടനെ അടുത്ത മിനിറ്റിൽ നിങ്ങൾ മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കുന്നത് മുഴുവനും വാടക വീടിന്റെ പരസ്യങ്ങളും ഈ പറയുന്ന വാഷിംഗ് മെഷീന്റെ പരസ്യങ്ങളൊക്കെ ആയിരിക്കും. എങ്ങനെയാ സംഭവിക്കുന്നത്? എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. അപ്പോ ഒരു തരത്തിലും നമ്മൾ സേഫ് അല്ല. നമ്മൾ ഏതെങ്കിലും തരത്തിൽ സേഫ് ആണോ? നമ്മുടെ എല്ലാ തരത്തിലുള്ള ബയോഡാറ്റകളും നമ്മുടെ എല്ലാ തരത്തിലുള്ള രഹസ്യങ്ങളും സായിപ്പിന്റെ കയ്യിൽ വളരെ ഭദ്രമാണ്. ഏത് സമയത്തും സായിപ്പ് വിചാരിച്ചാൽ സ്റ്റക്ക് ചെയ്യാൻ പറ്റും, നമ്മളെ സ്റ്റക്കാക്കാൻ പറ്റും. നമുക്ക് സ്വന്തമായിട്ടൊരു ഫേസ്ബുക്ക് ഇല്ല, നമുക്ക് സ്വന്തമായിട്ടൊരു എന്താ പറയാ ഈ പറയുന്ന ഇന്റർനെറ്റ് പിന്നെ ലെവലിൽ നോക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് യാതൊന്നുമില്ല. ഇതൊക്കെ വല്ലവരുടെയാ. അവരവിടെ നിർത്തി കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. അതാണ് അവസ്ഥ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അതൊരു ഭാഗത്ത് അത് പോട്ടെ. അത് ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ. തലപ്പത്തിരിക്കുന്ന അവരോടൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറയാൻ പറ്റില്ല. അവരവരുടെ ഇഷ്ടങ്ങൾക്കേ ചെയ്യുള്ളൂ, അത് അവർ ചെയ്യട്ടെ. അല്ലെങ്കിൽ അത് അത്ര ഇമ്പോർട്ടൻസ് ആണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവില്ലായിരിക്കാം. ഓക്കെ, എനിവേ. അപ്പൊ ഈ വർഗീയ വിഷങ്ങൾ തുപ്പിയിട്ട് ഈ ഒരുപോലെ ജീവിക്കുന്ന മനുഷ്യര്, എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള പിന്നെ ക്രിസ്ത്യാനിയുടെ വീട്ടിലാണെങ്കിൽ, ഞാൻ ക്രിസ്ത്യാനി ഒന്നും പറയാറില്ല, നമ്മുടെ ജോസഫാപ്പന്റെ വീട്ടില് ഓണത്തിന് നമ്മുടെ വീട്ടില് എല്ലാ കറികളും വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ കഴിക്കുന്നതിന് മുമ്പേ തന്നെ എല്ലാം പകർത്തി അവിടെ കൊണ്ടു കൊടുക്കും. ഉപ്പേരി വറുത്താലും എല്ലാ കാര്യങ്ങളും അവർക്ക് കൊടുത്തിട്ടേ നമ്മൾ കഴിക്കുള്ളൂ. വർഷങ്ങളായിട്ട് നടന്നിരുന്ന ഒരു സംഭവമാണ് ഞാൻ ഈ പറയുന്നത്, എന്റെ കുട്ടിക്കാലത്ത്. അതുപോലെ തന്നെ മരത്താക്കര പള്ളിപ്പെരുന്നാൾ വന്നാല് 2 ആഴ്ച മുമ്പേ അവരുടെ വീട്ടിൽ അച്ചപ്പവും കുടലപ്പവും ഉണ്ണിയപ്പവും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഉണ്ടാക്കുന്ന ചേട്ടത്തിയന്മാരെ വിളിക്കും. ആ ചേട്ടത്തിയന്മാര് വന്നിട്ട് അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെരുന്നാളാവാനൊന്നും കാത്തിരിക്കില്ല. അച്ചപ്പവും കുടലപ്പവും ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ 4 അയൽവക്കത്തേക്കും നമുക്കൊരു കൂടയില്, മറ്റേ മുളയോണ്ട് നെയ്തുണ്ടാക്കിയ കൂടയില് നമുക്ക് ഈ പറയുന്ന അച്ചപ്പവും കുടലപ്പവും ഒക്കെ വയറ് നിറച്ച് തിന്നാൻ അത്രയ്ക്ക് നമ്മുടെ വീട്ടിലെത്തിക്കും അവര്. ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ സംഭവങ്ങളും തിരിച്ച് നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് അവർക്കും കൊടുത്തിട്ട് കഴിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ആ കാലം നമുക്ക് എങ്ങനെയാ നഷ്ടപ്പെട്ടത്? ആ കാലത്തിനെ കുറിച്ച് വിഷമിച്ചിട്ട് വേദനിച്ചിട്ടാണ് അഹമ്മദ് മാഷിന് സങ്കടം വന്നത്. എനിക്കും ഒരുപാട് സങ്കടമുണ്ട് ഈ വേർതിരിവില്. ആ വേർതിരിവ് ആരാ ഉണ്ടാക്കിയത്? ഹിന്ദു ആണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഞാൻ ഉറപ്പിച്ച് 100% അടിവരയിട്ട് ഞാൻ പറയുന്നു, ഇവിടുത്തെ ഹിന്ദു ഒരു തരത്തിലും ഇവിടെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇപ്പൊ നമ്മൾ പറയുന്നത്, ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ഇനി നമ്മൾ നാമാവശേഷമായി പോവും. അവിടേക്കാണ് പോക്ക്. അതുകൊണ്ട് പറയുന്നതാ. നമ്മള് ഒരാൾ വന്നിട്ട് 2ഉം 3ഉം തല്ലുമ്പോ ഒരു തല്ലെങ്കിലും തിരിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ പഠിക്കണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾ ഇല്ലാണ്ടായി പോവില്ലേ? ആണല്ലോ. ഓരോരോ രാജ്യങ്ങളിലെ കാര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഓരോരോ രാജ്യങ്ങളിലെ അവസ്ഥകളും ഹിന്ദുവിന് സംഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളും എന്താണെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി. അന്ന് മനസ്സിലാവും. ചെറുത്തുനിൽപ്പിന് നമ്മൾ ഒരു ചെറുവിരലെങ്കിലും അനക്കിയില്ലെങ്കിൽ നമ്മൾ ബാക്കിയില്ല, നമ്മൾ തീരും. ഇപ്പൊ തന്നെ തീർന്ന മട്ടാണ്. ഇപ്പോൾ ഹിന്ദുവിന് മതേതരത്വം മാത്രം മതി. 4 നേരം പുഴുങ്ങി തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ 4 നേരവും അവൻ മതേതരത്വം പുഴുങ്ങി തിന്നോളും. ഒരു പ്രശ്നവും. അവന്റെ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുമ്പോഴേ മണ്ണൊലിച്ചു പോകുന്നടാ, ഇനിയെങ്കിലും നീ പിടിച്ചു നിൽക്കെന്ന് പറഞ്ഞാൽ നീ പോടാ വർഗീയവാദി എന്ന് വേണമെങ്കിൽ നമ്മളെ പറയും. അതാണ് ഹിന്ദുവിന്റെ അവസ്ഥ. പക്ഷെ മറ്റുള്ളവർ അങ്ങനെയല്ല. അവര് പടിപടിയായി അവരുടെ സംസ്കാരങ്ങള്, കാരണം അവർക്ക് ഈ നാട്ടില്, ഈ പറയുന്ന ഹിന്ദു താമസിക്കുന്ന നാട്ടിലാണ് ഈ പറയുന്ന 2 വർഗക്കാരും വളരെ സുരക്ഷിതരായിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്നത്. ബാക്കി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇറാൻ, ഇറാഖ് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ, ഈ വക സംഭവങ്ങളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് അവരുടെ നാട്ടിൽ, ഇപ്പൊ ഗൾഫില് ഒരു മുസ്ലിം ആണെന്നുണ്ടെങ്കിലും ശരി, അയാൾ ആ നാടിന് പിടിക്കാത്ത എന്തെങ്കിലും ഒരു നിയമം അലിഖിതമായിട്ട് അല്ലെങ്കിൽ ഒരു നിയമം അല്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ അവൻ മുസ്ലിം ആണെന്ന് പറഞ്ഞാലും അവനെ വെറുതെ വിടുവോ? ഇല്ല. കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് പറഞ്ഞാൽ അവർ കല്ലെറിഞ്ഞ് കൊല്ലും. അവിടുത്തെ ശരിയ അവർ നടപ്പാക്കും. ആ ശരിയ അവിടുത്തെ എല്ലാവർക്കും ബാധകമാണ്. ആണല്ലോ. അത് മുസ്ലിം രാഷ്ട്രമാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടുത്തെ നിയമം അവർ നടപ്പാക്കും. അവിടെ നിയമം കർശനമാണ്, നടപ്പാക്കും. അവരുടെ നിയമം ശരിയാണ്. അവർക്ക് കോടതി വേണ്ട, പോലീസ് വേണ്ട, മറ്റൊന്നും വേണ്ട. അവരുടെ നിയമം അവർ നടപ്പാക്കും. നമ്മളോ? നമ്മുടെ നാട്ടിലോ? നമുക്ക് സ്വാതന്ത്ര്യം വേണം, സോഷ്യലിസം വേണം, അല്ലേ? ഈ സ്വാതന്ത്ര്യവും സോഷ്യലിസവും എല്ലാം കൂടി ചേർന്നിട്ട് നമ്മുടെ നാട്ടിലെ എല്ലാ തെണ്ടിത്തരങ്ങളും കാണിക്കാനുള്ള ലൈസൻസ് കൊടുക്കുന്ന
ആ ലൈസൻസിനെ എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിള് ഗൾഫ് നാട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു പന്നിയെ അറക്കാൻ പറ്റൂ? അവിടെ പന്നിയെ കൊല്ലാൻ പാടില്ല. അവിടെ പന്നിയെ കൊല്ലാൻ പാടില്ല, പന്നി ഇറച്ചി വിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ കഴിക്കാൻ പാടില്ല എന്ന് ഒരു നിയമമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് പന്നിയെ മുറിക്കാൻ പറ്റൂ? നടക്കില്ല. അപ്പൊ നമ്മുടെ നാട്ടില് ഗോവധ നിരോധന നിയമം വന്നു, പശുക്കളെ കൊല്ലരുത് എന്ന് പറഞ്ഞാൽ, നിന്റെ അമ്മ പശുവാണോ? നിന്റെ അച്ഛൻ കാളയാണോ? ആടാ, നീ കാളക്കുണ്ടായതാണോ? നീ പശുവിനുണ്ടായതാണോ എന്ന് ചോദിച്ചിട്ട് കളിയാക്കുന്നത് ആരായിരിക്കും? ആദ്യത്തെ മുൻപന്തിയിൽ ഹിന്ദുക്കളായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. ഈ കോൺഗ്രസ്സുകാരൻ അറിയില്ലേ അന്ന് പശുക്കുട്ടിയെ ലൈവായിട്ട് അറുത്തത്? അവന്റെ പേര് ഞാൻ മറന്നു. ഒരു പശുക്കുട്ടിയെ പച്ചയ്ക്ക് പബ്ലിക്കായിട്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഒരു ജീവി, ഒരു മഹാപ്രാക്ക്, ഒരു മിണ്ടാപ്രാണി, ഒരു മനുഷ്യനാണെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് അവന്റെ കരണടിച്ച് പൊട്ടിച്ചാനെ. ഇതൊരു മിണ്ടാപ്രാണി. അതിനെ പിടിച്ചു കൊണ്ടുവന്ന് കയ്യും കാലും കൂട്ടിക്കെട്ടി, അവന്റെ പേരറിയുന്നവരൊന്നും ഇടണേ ഇവിടെ കമന്റ് ആയിട്ട്. ഞാൻ മറന്നുപോയതാ. ഒരു പശുക്കുട്ടിയെ അങ്ങ് അറുത്തു പബ്ലിക്കായിട്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട്. ആ സാധു ജീവി പെടഞ്ഞു മരിച്ചു. എന്നിട്ട് ഇപ്പോഴും ഈ പറയുന്ന മതമേലധ്യക്ഷന്മാരെ താങ്ങി നിർത്തുന്ന നട്ടെല്ലാരാണ്? ഈ രണ്ട് രാഷ്ട്രീയക്കാരാണ്, ഈ കോൺഗ്രസ്സുകാരും ഈ കമ്മ്യൂണിസ്റ്റുകാരും. ഈ തെണ്ടിത്തരങ്ങൾ മുഴുവനും നമ്മുടെ നാട്ടിൽ പറയാനും കാണിക്കാനും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ, എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ കോൺഗ്രസും മാർക്സിസ്റ്റും മാറി മാറി ഭരിച്ചിരുന്നു കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്. ഈ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞിരുന്ന, വേറെ ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾ തള്ളിയോടെ മാറ്റി നിർത്ത്, ബാക്കി ഒരുപാടുണ്ട്. അപ്പൊ ഈ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്നവന്റെ മാത്രം എടുത്തു നോക്കിയിട്ട് ആ പറയുന്ന കാര്യങ്ങൾക്ക് കേസെടുക്കാനായിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു പത്തിക്കാളി ഉണ്ടായിരുന്നോ? നമുക്ക് പോലീസ് ഇല്ലാഞ്ഞിട്ടാണോ? നിയമങ്ങളില്ലാഞ്ഞിട്ടാണോ? വകുപ്പുകളില്ലാഞ്ഞിട്ടാണോ? അധികാരികളില്ലാഞ്ഞിട്ടാണോ? രാഷ്ട്രീയക്കാരില്ലാഞ്ഞിട്ടാണോ? മന്ത്രിമാരില്ലാഞ്ഞിട്ടാണോ? മുഖ്യമന്ത്രി ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, ചെയ്യില്ല. നീ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ മോനെ, നിന്നെ ഞാൻ പാലും തേനും കൊടുത്ത് ഇങ്ങനെ വളർത്തും. പിണറായി വിജയൻ പാല് കൊടുത്ത് വളർത്തുന്നതാണ് ഈ പറയുന്ന വർഗ കുട്ടികൾ. പിണറായി വിജയൻ അമ്മിഞ്ഞപ്പാല് കൊടുത്ത് വളർത്തുന്നതാണ് ആര്? ഈ പറയുന്ന വർഗീയ കുട്ടികൾ. അവരെ പൊന്നോമനകളാണ്. ഈ പൊന്നോമനകളെ പാലും തേനും കൊടുത്തിങ്ങനെ വളർത്തി അവസാനം തിരിഞ്ഞു കടിക്കാറായിട്ടുണ്ട്. ഇപ്പോഴും മിണ്ടാൻ പറ്റില്ല, കാരണം തൊണ്ടേ പിടുത്തേക്കാണ്. അതാണ് അവസ്ഥ. അവരെന്ത് ചെയ്താലും കുറ്റമില്ല. എന്നിട്ട് ഈ പറയുന്ന ആൾക്കാരെ തേനും പാലും കൊടുത്ത് വളർത്തിയിട്ട് ഇവര് എവിടെ എത്തി നിൽക്കുന്നു? ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ അതിന്റെ അടിയിലെ പേര് അവരുണ്ട്. നമ്മുടെ മറ്റുള്ള ആൾക്കാർ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഒന്നോ രണ്ടോ കാണും ഒരു മരുന്നിന്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ മെയിൻ ആയിട്ട് നമ്മുടെ നാട്ടിലെ സ്ഫോടനങ്ങള്, നമ്മുടെ നാട്ടിലെ പിടിച്ചുപറികള്, നമ്മുടെ നാട്ടിലെ ബലാത്സംഗങ്ങള്, നമ്മുടെ നാട്ടിലെ മയക്കുമരുന്നുകള്, നമ്മുടെ നാട്ടിലെ കഞ്ചാവ് എന്ന് വേണ്ട, കള്ളനോട്ട്, കഞ്ചാവ് എന്ന് വേണ്ട സർവമാന കാര്യങ്ങളിലും ആദ്യത്തെ പേരും ആദ്യത്തെ അവാർഡ് മാർക്ക് കൊടുക്കണം ഈ പറയുന്ന ഓമന കുട്ടികൾക്ക് കൊടുക്കണം. അതിനാരാണ് കൂട്ട്? ഈ രാഷ്ട്രീയക്കാര് കൂട്ടാണ്. നമുക്ക് പിന്നെ ആരും കൂട്ടില്ല. നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് രാത്രി ചിലപ്പോൾ പോലീസ് എടുത്തുകൊണ്ട് പോയിന്ന് വരും. സംഗതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്നും ചെയ്യൊന്നും വേണ്ട, ഹിന്ദു പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഒന്നും ചെയ്തില്ലെങ്കിൽ ആ ശബരിമല സീസണിന്റെ സമയത്തൊക്കെ നാടുകളിൽ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ശബരിമല സീസണിൽ പിന്നെ സ്ത്രീകളെ അവിടെ കയറ്റാൻ നോക്കിയിട്ട് പല വീടുകളിൽ നിന്നും അഡ്വാൻസ് ആയിട്ട്, അതായത് ഇവൻ കുഴപ്പമുണ്ടാക്കാൻ കാരണം ഉണ്ട്, ചിലപ്പോൾ ഉണ്ടാക്കും എന്ന് മുൻകൂട്ടി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ പറയുന്ന ആൾക്കാരെ മുഴുവൻ പിടിച്ച് ജയിലിലിട്ടിട്ടുള്ള ആളാണ് നമ്മുടെ പിണറായി വിജയേട്ടൻ. റിജിൽ മാക്കുറ്റിയാണ് പശുക്കുട്ടിയെ പബ്ലിക്കായിട്ട് അറുത്തത്. എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നു. അപ്പോ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളോട് ആരെങ്കിലും പറയുന്നുണ്ടോ? ഹിന്ദുവെ, നിന്നോട് ആരെങ്കിലും പറയുന്നുണ്ടോ മറ്റു ജാതിക്കാരനെ നോക്കരുത്, മറ്റു ജാതിക്കാരോട് മിണ്ടരുത്, മറ്റു ജാതിക്കാരുടെ ഭക്ഷണം കഴിക്കരുത്, മറ്റു ജാതിക്കാരുടെ പ്രസാദം കഴിക്കരുത്, മറ്റു ജാതിക്കാരുമായിട്ട് ഇടപഴകരുത്, മറ്റു ജാതിക്കാരുടെ കടകളിൽ പോകരുത്, മറ്റു ജാതിക്കാരുടെ ആരാധനാലയങ്ങളിൽ പോകരുത്? ഇങ്ങനെ നമ്മളോട് ആരെങ്കിലും പറയുന്നുണ്ടോ? ഈ അന്തവും കുന്തവും ഇല്ലാത്ത മുജാഹിദ് ബാലുശ്ശേരി നിനക്ക് തലയ്ക്കകത്ത് തലച്ചോറാണെന്നുണ്ടെങ്കിൽ, അതില്ലാന്ന് എനിക്ക് മനസ്സിലായി. ആ തലച്ചോറാണെങ്കിൽ നീ ഇനിയെങ്കിലും ചിന്തിക്ക്. ഈ നാട് എത്രയോ മനോഹരമായിരുന്നു, ഈ നാട്ടിലെ മനുഷ്യർ എത്രയോ ഒന്നായി ജീവിച്ചവരാണ്.
അതിൻ്റെ ഇടയിൽ ഇതുപോലുള്ള മതമേലധ്യക്ഷന്മാര് വന്നിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ലാഭം കൊണ്ടക്കോ. നിങ്ങൾ ദൈവത്തിന്റെ പ്രതിരൂപമായിട്ട് വന്നിട്ട് ലാഭം കൊണ്ടക്കോ. പക്ഷെ നാട്ടിൽ എന്തിനാണ് ഇതുപോലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നത്? എന്തിനാണ് ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്? എന്ത് കാര്യത്തിനാണ്? ഈ വസ്തുത ആലോചിച്ചുകൊണ്ടാണ് നമുക്ക് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഒരുപാട് വേദന തോന്നിയിട്ടുണ്ട്. ഒരുപാട്. ഇത് മുതലെടുപ്പാണ്. കാരണം കോടികൾ ഉണ്ടാക്കുന്ന, ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന, അതുപോലെ ഈ ജാതി ആൾക്കാരെ കൊണ്ടുപോയിട്ട് ജാതി മാറ്റുക, ഹിന്ദുവിനെ കൊണ്ടുപോയിട്ട് ക്രിസ്ത്യാനിയാക്കുക, അല്ലെങ്കിൽ കൊണ്ട് മുസ്ലിം ആക്കുക. എന്തിന്? അതിലും ലാഭം. ലക്ഷങ്ങളുടെ ഒഴുക്കാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ജിഹാദും ലവ് ജിഹാദും കഴിഞ്ഞിട്ട് അത് ആദ്യമായിട്ട് തുറന്നു പറഞ്ഞ ആള് മുഹമ്മദ് മാഷാണ്. അപ്പോ ഏറ്റവും വലിയ കവയിത്രി ആയിരുന്ന പിന്നെ നമ്മുടെ മാധവിക്കുട്ടി, പിന്നെ നോവലിസ്റ്റ് ആയിരുന്ന മാധവിക്കുട്ടിയെ കൊണ്ടുപോയിട്ട് മതം മാറ്റിയിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഡോളർ മേടിച്ചിട്ടുള്ള ആ കഥ പുറത്തുവിട്ടു നമ്മുടെ അഹമ്മദ് മാഷാണ്. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു നീചമായ ഒരു സ്വഭാവമാണ് ഈ മതം മാറ്റം. അതിനെന്തെങ്കിലും ഒരു അറിവ് വന്നിട്ടുണ്ടോ? ഇല്ല. ലക്ഷങ്ങളാണ് ഓഫർ ചെയ്യുന്നത്. ഒരു ഹിന്ദുവിനെ പിടിച്ച് മതം മാറ്റിക്കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് ഓഫർ. ലവ് ജിഹാദിൽ കൂടെ ഒരു പെൺകുട്ടിയെ ചതിച്ചു കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് ഓഫർ. അങ്ങ് അറബി നാട്ടിൽ നിന്ന് വരും ലക്ഷങ്ങള്. എന്നിട്ട് ലവ് ജിഹാദ് എന്ന് പറയാൻ പാടുണ്ടോ? മിണ്ടിപ്പോവല്ലേ. ലവ് ജിഹാദ് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. ഞങ്ങൾ കാണിക്കും, പക്ഷെ നിങ്ങൾ പറയരുത്. അത് ഈ രാഷ്ട്രീയക്കാരടക്കം, ഈ നീചന്മാരായിട്ടുള്ള ഈ രാഷ്ട്രീയ കുറുക്കന്മാര്, അവർക്കറിയാം, അവർക്കുണ്ട് ഇതിന്റെ ലാഭം. ഈ രണ്ട് കൂട്ടർക്കും ഉണ്ട്. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന നീചവർഗത്തിനും ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന നീചവർഗത്തിനും, രണ്ട് വർഗത്തിനും ഉള്ളതാണ് ഈ പറയുന്ന കമ്മീഷനൊക്കെ ഈ പറയുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് അവര് അതിനെ കൂട്ടുനിൽക്കും, അതിനെ മറച്ചു പിടിക്കാനായിട്ട് ഇവര് കൂട്ടുനിൽക്കും. ഈ നാട്ടില് മുസ്ലിം എന്ന് പറയുന്നവന് എന്ത് തെണ്ടിത്തരം ചെയ്യാനും ഈ രണ്ട് കൂട്ടരും, അത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ, ഇവരുടെ ഓമന കുഞ്ഞുങ്ങളാണ് ഈ ഒരു വർഗം. എനിക്ക് അവരോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല, പക്ഷെ കണ്ടത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറയുന്നതാ. ഈ ഓമന വർഗത്തിനെ താലോലിച്ച് ഈ ഓമന വർഗം സ്വയം മനസ്സിലാക്കണം. എന്ത്? ഓമ്പും പിള്ള ചാമ്പും എന്നാ പറയാ. ഓമ്പിക്കുക എന്ന് പറഞ്ഞാല് കുഞ്ഞുങ്ങളെ ഒത്തിരി താലോലിക്കുക, ഓമനിക്കുക. അപ്പൊ ഓമ്പും പിള്ള ചാമ്പെന്ന് പറയും. നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു പഴമൊഴിയാണ് ഓമ്പും പിള്ള ചാമ്പെന്ന്. അപ്പൊ ഒരുപാട് കൊഞ്ചിക്കുന്ന കുട്ടി, ഒരുപാട് ഓമനിക്കുന്ന കുഞ്ഞ് 6 വർഷമായി പോകും. അത് സത്യമാണല്ലോ. ഈ ഒരുപാട് രണ്ട് രാഷ്ട്രീയക്കാരും, ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും മാറി മാറി ഓമനിക്കുന്ന ഓമന കുഞ്ഞാണ് ആര്? നമ്മുടെ മുസ്ലിം എന്ന് പറയുന്ന മതവിഭാഗങ്ങൾ. ആ മതവിഭാഗത്തിനെ ഓമനിച്ച് ആ വർഗം തന്നെ ഇപ്പോ ഒരുപാട് തെറ്റുകൾ ചെയ്ത് ഏറ്റവും വലിയ തെറ്റിന്റെ അങ്ങേയറ്റത്ത് പോയി നിൽക്കുന്ന ഒരു അവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പിന്നെ മൂലസ്ഥാനത്ത് കൊണ്ടുവരുന്ന സ്വർണം, എന്റെ പൊന്നു തമ്പുരാനെ, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അസ്ഥാനത്ത് കയറിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വേദന, മൂത്രത്തിൽ പഴുപ്പ് വന്നാൽ മതി, ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. ഒരു മൂത്രത്തിൽ പഴുപ്പ് വന്നാൽ പോലും നമുക്ക് എന്താണ് പരാക്രമം എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാലോ. വേണ്ട, എരിവുള്ളൊരിത്തിരി കൂട്ടാൻ കൂട്ടിയാൽ മതി. എരിവുള്ളൊരിത്തിരി കറി കഴിച്ചാൽ പിറ്റേ ദിവസം രാവിലെ വെളിച്ചെണ്ണയും കൊണ്ടല്ലാണ്ട് നമുക്ക് ഈ പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. അത്രയും പരാക്രമം അനുഭവിക്കുന്ന ഒരു മൂലസ്ഥാനത്ത്, ആ മൂലസ്ഥാനത്ത് കിലോ കണക്കിന് സ്വർണം കുത്തിക്കയറ്റി വരിക എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഏത് വയസ്സ് തൊട്ട് പ്രാക്ടീസ് കിട്ടിയിട്ടാണ് ഇതിങ്ങനെ പാതാളം പോലെ ആക്കുന്നത് എന്നുള്ളത് സർവേശ്വരന് മാത്രമേ അറിയുള്ളൂ. അതൊരു പ്രത്യേക സംഭവമാണ്. ഈ മൂലസ്ഥാനത്ത് സ്വർണം കടത്തി കൊണ്ടുവരിക എന്നുള്ളത് അത് ആർക്ക് അവകാശപ്പെട്ടതാണ്? ഈ പറയുന്ന ടീമിന് അവകാശപ്പെട്ടതാണ്. നല്ല പരിപാടിയില്ലേ? പിന്നെ ഇവരെ മൊത്തത്തിൽ വിളിക്കുന്ന ഒരു പേരുണ്ട്, ആ പേര് ഞാനിവിടെ പറയുന്നില്ല. എന്റെ നാക്ക് വഴങ്ങുന്നില്ല അത് പറയാനായിട്ട്, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. നിങ്ങൾ ഊഹിച്ചാൽ മതി. മലബാർ ഗോൾഡ് എന്ന് മാത്രമല്ല, വേറൊരു പരിപാടിയും കൂടെ പറയും അതിന്. അത് ഈ അടുത്ത കാലത്താണ് ഞാൻ കേട്ടത്. അപ്പൊ ഇതിന് മുഴുവനും നമ്മുടെ രാഷ്ട്രീയക്കാര്, അവരെ പറയാൻ പാടില്ല, അവരെ മിണ്ടാൻ പാടില്ല. ശബരിമലയിലെ സ്ത്രീകളെ കയറ്റണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ആ ജില്ലയിലുണ്ടായിരുന്ന ഒട്ടുമിക്ക പെണ്ണുങ്ങളും തലയിൽ തട്ടമിട്ട, മക്കനയിട്ട, തലയിൽ തട്ടമിട്ട മുസ്ലിം പെണ്ണുങ്ങൾ മുഴുവൻ താത്തമാരും വന്നിട്ട് നിരന്നു നിന്നു ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റണം എന്ന് പറഞ്ഞിട്ട്. ശബരിമലയിലെ പെണ്ണുങ്ങളെ കയറ്റണം എന്ന് പറഞ്ഞിട്ട് വേലി കെട്ടാനും മതിൽ കെട്ടാനും മുൻപന്തിയിൽ വന്നത്
ഈ പറയുന്ന മുസ്ലിം വർഗത്തിൽപ്പെട്ട താത്തമാരായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചു കാണും. ആ മുസ്ലിം വർഗത്തിൽപ്പെട്ട താത്തമാർ വന്നിട്ട് നമ്മുടെ ഹിന്ദുത്വ വിശ്വാസങ്ങൾക്ക്, ഹിന്ദുവിന് ശബരിമലയിൽ ആരെ കയറ്റണം ആരെ കയറ്റണ്ടെന്നൊക്കെ ഹിന്ദു തീരുമാനിക്കും, അത് വേറെ കാര്യം. ഈ പറയുന്ന താത്തമാര് വന്നിട്ട് മതിൽ കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ എന്താണ് ഉന്നത പദവിക്ക് ഉപകാരസ്മരണ എന്ന് പറഞ്ഞ പോലെ ഓമനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആ ഉപകാരസ്മരണ കാണിക്കണ്ടേ? ആ ഉപകാരസ്മരണ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് മതിൽ കെട്ടിയത് ഓൾമോസ്റ്റും തട്ടമിട്ട താത്തമാരായിരുന്നു. ആ തട്ടമിട്ട താത്തമാര് വന്ന് മതിൽ കെട്ടിയപ്പോ അവരോട് ഞാൻ അന്ന് ചോദിച്ചൊരു ചോദ്യമാണ്, എന്ത്? നേരാം വണ്ണം സ്വന്തം പള്ളിയിലേക്ക് കയറി ചെല്ലാൻ പറ്റുമോ മക്കളെ താത്തമാരെ? നിങ്ങൾക്ക് നിങ്ങളുടെ പള്ളിയില് ഒന്ന് നിസ്കരിക്കണം തോന്നിക്കഴിഞ്ഞാല് നിങ്ങളുടെ പള്ളിയിലേക്ക് നിങ്ങൾക്ക് നേരാവണ്ണം കയറാൻ പറ്റുമോ താത്തമാരെ? പറ്റൂല. എന്താ പറ്റാത്തത്? നടക്കൂല. പെണ്ണ് പെറാനുള്ള യന്ത്രം മാത്രാണ്. സ്വന്തം മതത്തില് പെണ്ണ് പെറാനുള്ള യന്ത്രം മാത്രാണ്. സ്വന്തമായിട്ടൊന്ന് സൗന്ദര്യമായിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കാനോ സൗന്ദര്യം ഒന്ന് മനുഷ്യനെ കാണിക്കാനോ, സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാനുള്ളതാണ്, ആരും പിടിച്ചു പറിക്കാനൊന്നും പോകില്ല. അപ്പോ അവരവരുടെ സ്വന്തം മതത്തിലൊന്ന് അണിഞ്ഞിറങ്ങണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നടക്കൂലാത്ത, പെറാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന, സ്വന്തം വർഗത്തിൽ പെറാനുള്ള യന്ത്രങ്ങളായിട്ട് മാത്രം ജീവിക്കുന്ന ഈ ജീവികളാണ് വന്നിട്ട് ഹിന്ദുവിന്റെ ശബരിമലയിൽ വന്നിട്ട് മതിൽ കെട്ടാനായിട്ട് വന്നത്, അവിടെ പെണ്ണുങ്ങളെ കയറ്റാനായിട്ട്. ഉളുപ്പുണ്ടോ? ഉളുപ്പുണ്ടോ? ഉളുപ്പുണ്ടോ താത്തമാരെ നിങ്ങൾക്ക്? അത് കഴിഞ്ഞു. ഈ പള്ളീന്റെ നേരെ നിസ്കരിക്കാനായിട്ട് പള്ളീന്റെ നേരെ കിടക്കാൻ പറ്റത്തില്ല, സൈഡിൽ കൂടെങ്കിലും പോവണ്ടേ? ഇനി സ്വന്തം കല്യാണം, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ വലിയൊരു സന്തോഷകരമായ ഒരു പുതിയ ജീവിതം തുടങ്ങുന്ന ഒരു ചടങ്ങാണ് വിവാഹം. ഏതൊരു മനുഷ്യന്റെ, ആണാണെങ്കിലും ശരി പെണ്ണാണെങ്കിലും ശരി. ആ വിവാഹത്തില് എത്ര താത്തമാർക്ക് നേരിട്ട് പങ്കെടുക്കാൻ പറ്റും? യോഗ്യതയുണ്ട് സ്വന്തം കല്യാണത്തിന്? സ്വന്തം കല്യാണത്തിന് പന്തലില് ഏത് താത്തമാർക്കാണ് നേരിട്ട് വന്നിട്ട് ചെക്കനും പെണ്ണും കൂടി ഇരുന്നിട്ട് കല്യാണം കഴിക്കുന്ന ഏതെങ്കിലും ആ ചടങ്ങ് ആർക്ക് പറ്റും? എത്ര പേർക്ക് പറ്റാറുണ്ട്? ഇതൊക്കെ സ്വന്തം സമുദായത്തിൽ നടക്കുമ്പോ നീ എത്ര എണ്ണത്തിനെ പെറണമെന്ന് നിന്റെ കൂടെയുള്ളവൻ തീരുമാനിക്കും, അവൻ എത്ര എണ്ണത്തിനെ കെട്ടണമെന്ന് അതും അവൻ തീരുമാനിക്കും. എന്നിട്ട് അവൻ ഒന്നിന് ബിരിയാണിയിൽ എരിവ് കൂടി, അപ്പൊ അവൻ അടുത്തനെ ഇതിനെ മൊയ്യില്ലേ, അടുത്തനെ കിട്ടി, അല്ലെങ്കിൽ ഇതിനെ നിർത്തി വേറൊന്നിനെ കൊണ്ടുവന്നു. അങ്ങനെ ഒരെണ്ണത്തിന് ഒരു വീട്ടിൽ തന്നെ ഓരോ ദിവസം ആരുടെ കൂടെ കിടക്കും? തിങ്കളാഴ്ച ഓള് കിടന്നാല് ബുധനാഴ്ച മറ്റോള് കിടക്കും. സഫിയ തിങ്കളാഴ്ച കിടക്കും, പിന്നെ രണ്ടാമത്തെ ദിവസം പിന്നെ ഷെമിയുടെ ചടങ്ങാണ്, ഷെമിയുടെ ദിവസമാണ്. ബുധനാഴ്ച വേറൊരു തിര ചടങ്ങാ. അപ്പൊ ഈ 3-4 എണ്ണം ഒരു കുടുംബത്തിൽ കിടന്നിട്ട് ഒരുത്തന് വേണ്ടി കടിപിടി കൂടിയിട്ട് അവൻ ഈ പറയുന്നതൊക്കെ നടത്തിക്കൊണ്ട് നടക്കുമ്പോ അവിടെ പോലും ശബ്ദമനക്കാനായിട്ട് ഒരു തരത്തിലും അവകാശമില്ലാത്ത, സ്വാതന്ത്ര്യമില്ലാത്ത ആ നാറിയ വർഗമാണ് വന്നിട്ട് നമ്മുടെ ശബരിമലയ്ക്ക് വന്നിട്ട് ഇവിടെ മതിൽ കെട്ടാൻ വന്നത്. ചിന്തിക്കണം. ഇത് മുഴുവൻ നമ്മുടെ നാടിന്റെ അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇനി പറയുന്ന പിന്നെ ഈ വർഗങ്ങളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഭയപ്പെടേണ്ടതും ഈ വർഗങ്ങളെ, പെൺവർഗത്തെയാണ്. ഈ തട്ടമിട്ട, ഈ പർദ്ദയിട്ട, ഈ താത്തമാരെന്ന് പറയുന്ന പെൺവർഗത്തെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്. കാരണം കുത്തിത്തിരിപ്പ് ഏറ്റവും കൂടുതൽ വരുന്നത് അവരിൽ നിന്നാണ്. നമ്മുടെ നാട്ടിൽ അനുഭവം കൊണ്ടാ പറയുന്നത്. അപ്പോ ഇനി ഇതിന് പുറകെ വേറൊരു കഥയുണ്ട്. ഈ അറബ് നാടുകളിലേക്ക് ജോലി നോക്കിയിട്ട് പോകുന്ന പാവം മനുഷ്യര് ഒരുപാട് ആൾക്കാരുണ്ട്. സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അറബ് നാടുകളിൽ പോയിട്ട് അവിടെ പോയിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ വീടുകളിൽ നടക്കുന്ന പിന്നെ ഡാൻസും പാട്ടും എന്താണെന്ന് ഞാൻ നിന്നോട് ഇപ്പൊ പറയുന്നില്ല. വടക്കേക്കാട് ഭാഗങ്ങളിലൊക്കെ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്, കുന്നംകുളം, വടക്കേക്കാട്, പിന്നെ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഉള്ള മുസ്ലിം ഏരിയകളിൽ താമസിക്കുന്ന ആ ഭാഗത്ത് ഒരുപാട് സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ. അവിടെ അവരുടെ സ്വന്തം പറയുന്നത് കാശുണ്ടാക്കിയിട്ട് നല്ല അവിടെ എത്രയൊക്കെ പറയുന്ന ബിരിയാണി പിന്നെ മുട്ടപ്പത്തിരിയും പിന്നെ അതും കഴിച്ചാലും പെണ്ണുങ്ങൾ പട്ടിണിയല്ലേ? ആണല്ലോ. അപ്പൊ നടക്കുന്ന കയ്യാങ്കളികളും സംഭവങ്ങളും എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു അല്ലേ? ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ? എന്നിട്ട് മതത്തിന്റെ പേരും പറഞ്ഞ് ഈ ജാതി കോലം കെട്ടി
ഇങ്ങനെ നടന്നാ മതി, അങ്ങനെ നടന്നാ മതി എന്ന് പറഞ്ഞ് അത് അവര് മതത്തിന്റെ ചിഹ്നങ്ങളെല്ലാം കെട്ടി നടന്നോട്ടെ, നമുക്ക് യാതൊരു വിരോധവുമില്ല. നിങ്ങൾക്ക് എങ്ങനെ നടക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യം തരുന്നുണ്ട്. പക്ഷേ നിന്റെ ദൈവം മാത്രമേ ഉള്ളൂ, മറ്റുള്ളവന്റെ ദൈവം അത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് എതിർപ്പ് വരുന്നത്. നീ എന്നാണോ മറ്റുള്ളവന്റെ വിശ്വാസത്തിൽ ചൊറിയാൻ വരുന്നത്, നീ എന്നാണോ മറ്റുള്ളവന്റെ വിശ്വാസത്തിന് നേരെ വിരൽ ചൂണ്ടുന്നത്, അവിടെ നമ്മളെ ചൊറിയാൻ വന്നാൽ നമ്മൾ കയറി മാന്തും. അത്രേ ഉള്ളൂ. അങ്ങനെ ഒരാളെങ്കിലും മാന്താൻ ഇല്ലാണ്ടായാലേ ഈ വണ്ടി എവിടെ പോയി നിൽക്കുന്ന വിചാരിച്ചിട്ടാ. എന്തായാലും പിണറായി വിജയനും ഈ പറയുന്ന മറ്റുള്ള കോൺഗ്രസ്സുകാർക്കൊക്കെ നമ്മൾ രണ്ടാം കൂടിയാ. ഹിന്ദു എന്നും രണ്ടാം കൂടിയാണ്. ഹിന്ദു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവരെ സന്തോഷിപ്പിക്കാണ്ട് ഒരു കാര്യവും ഇല്ല. ഇവരെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ, ഈ കുറുമ്പ് പിടിച്ച ഈ തോന്നിവാസിയായിട്ടുള്ള ഈ മകനെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ ആ മകൻ തോന്നിവാസങ്ങൾ തന്നെ കാണിക്കുള്ളൂ. അന്ന് നല്ല പേടിയുണ്ട് എല്ലാ രാഷ്ട്രീയക്കാർക്കും. അതുകൊണ്ടാണ് അവര് രാഷ്ട്രീയക്കാർക്ക് മതേതരത്വം എന്ന് പറയുന്ന കുപ്പായം എടുത്തിട്ട് അണിഞ്ഞു നടക്കുന്നത്. അത് ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്കൊക്കെ അങ്ങനെ അണിഞ്ഞേ പറ്റുള്ളൂ. അത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. പക്ഷെ ഹിന്ദുവിന് അതില്ലല്ലോ. ഹിന്ദുവെ, നിനക്ക് നീ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ നോക്കാതെ നീ നിന്റെ ജീവൻ മാത്രം നോക്കിയാൽ മതി. അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ കാണിക്കുന്ന തോന്നിവാസങ്ങൾ മുഴുവൻ സംഭവിച്ചത് ഈ മതമേലധ്യക്ഷന്മാരെ പണ്ടേ തൊട്ട് കയറൂരി വിട്ട് അവര് തോന്നിയ പോലെ മദ്രസയിലാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിലും ഈ വർഗീയത കുത്തിയിളക്കി ഓരോ തരത്തിലുള്ള സംഭവങ്ങൾ വെച്ചു. നമ്മളെ നിയന്ത്രിക്കാൻ ആരും ഇല്ലാണ്ടായി, നമുക്ക് വർഗീയത പറഞ്ഞു തരാൻ ആരും ഇല്ലാണ്ടായപ്പോഴാണ് നമ്മള് ഈ വർഗീയത പഠിച്ചില്ല, അവൻ വർഗീയത ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച് പാസ്സായി. ഇപ്പൊ അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുക. ഹിന്ദുവിനെ വർഗീയത പഠിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഹിന്ദു ജനിച്ചു വരുമ്പോ ഹിന്ദുവിന്റെ വീട്ടിലെ അച്ഛനും അമ്മയും എന്താണോ പറയുന്നത് അത് കേൾക്കും, അത് കാണും. അതാണ് അവന്റെ ലോകം. അവനോട് ഒരിക്കലും പോയിട്ട് നീ അപ്പുറത്ത് താമസിക്കുന്നത് പള്ളിക്കാരാണ്, ഇപ്പുറത്ത് താമസിക്കുന്നത് മുസ്ലിമാണ്, അവരോട് മിണ്ടരുത്, ഇവരോട് നോക്കരുത്, അവന്റെ പ്രസാദം കഴിക്കരുത്, ഇതൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അവന്റെ ദൈവങ്ങളെ ആചരിക്കരുത് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. പള്ളിയിൽ പോകരുത് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. ഞാൻ മരത്താക്കര സ്കൂൾ LP സ്കൂളിൽ പഠിച്ച ആളാ. 1 തൊട്ട് 4 വരെ പഠിക്കുമ്പോൾ ഞാൻ ആ പള്ളിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പോന്നിട്ടില്ല. ആ പള്ളിയുടെ ഉള്ളിലുള്ള അവരുടെ ദേവാലയത്തിന്റെ ഉള്ളിലും അവരുടെ അന്നദവെള്ളം ഒരു തലയിൽ ഒഴിക്കലും അങ്ങനെ ആ പള്ളിമേടയിലും പള്ളിയിൽ അച്ഛന്റെ അടുത്തും പള്ളിയുടെ അച്ഛന്റെ അടുക്കളയിൽ വരെ നമ്മൾ കയറി പോയിട്ട് പിന്നെ അച്ഛന്റെ അടുത്ത് അത്രയും സ്വാതന്ത്ര്യമായിരുന്നു അന്നത്തെ കാലത്ത്. എനിക്കൊരു വേർതിരിവും തോന്നിയിട്ടില്ല. നമ്മളെ ആരും അങ്ങനെ അനുവർത്തിച്ചിട്ടില്ല. എന്ത് നീ ഇത് ചെയ്യരുത് അത് ചെയ്യരുത്. പക്ഷെ അങ്ങനെ അനുവർത്തിക്കാതിരുന്നതാണ് നമ്മുടെ ശാപം. നമ്മളെ ആരും നിയന്ത്രിച്ചില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കുടുംബത്തെ നിയന്ത്രിക്കാൻ ആൾക്കാരില്ലാത്ത, കുടുംബനാഥനില്ലാത്ത കുടുംബം എവിടെയും എത്തില്ല. ഒരു കുടുംബനാഥൻ ഉണ്ടാവും ഒരു കുടുംബത്ത്. ആ കുടുംബനാഥനെ ബഹുമാനിച്ച് സ്നേഹിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് കുടുംബം. അപ്പൊ അങ്ങനെ നിയന്ത്രിക്കാനും നമ്മളെ ബഹുമാനിക്കാനും അല്ലെങ്കിൽ നമുക്ക് ബഹുമാനിക്കാനും ഒരു കുടുംബനാഥൻ ഇല്ലാത്ത ഒരു വർഗമാണ് ആര്? ഹിന്ദു. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര അഭിമാനത്തോടു കൂടിയിട്ട് പറയും ഹിന്ദു ഒരു സ്വതന്ത്ര ജന്മമാണ്. ഹിന്ദു സ്വതന്ത്ര ജന്മമാണ്, ശരിയാണ്. പക്ഷേ ആ സ്വാതന്ത്ര്യം നമ്മള് എന്താ പറയാ, ഒരു തരത്തിലുള്ള നമ്മുടെ നാശത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇപ്പൊ ദുരുപയോഗം ചെയ്യാണ് നമ്മൾ ആ സ്വാതന്ത്ര്യം. ഹിന്ദു എന്നും സ്വതന്ത്രനാണ്, അഭിമാനിക്കൂ നാം ഹിന്ദുക്കൾ. ഹിന്ദു ഒരു സ്വതന്ത്ര ജന്മം, സമ്മതിക്കുന്നു, ഞാനും സമ്മതിക്കുന്നു. ആ സ്വാതന്ത്ര്യമാണ് ഇന്ന് ഹിന്ദുവിന്റെ നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുവിനെ നിയന്ത്രിക്കാൻ ആരുമില്ല. ഹിന്ദു ആര് പറഞ്ഞാലും കേൾക്കൂല. അതുകൊണ്ട് തന്നെ ഹിന്ദുവിന്റെ നാശം ഇതുപോലെ മറ്റുള്ളവർക്ക് നല്ല ഒത്തൊരുമയുണ്ട്. അവരത് പറഞ്ഞാലേ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. അവർക്ക് പേടിയുണ്ട്, താടിയുള്ളപ്പനെ പേടിയുണ്ട്. നമുക്കാരും പേടിക്കാനില്ല. നമ്മളെങ്ങനെ അഴിച്ചു വിട്ടേക്കാണ് കയറൂരി. അങ്ങനെ തന്നെയാണ് വേണ്ടത്. മനുഷ്യനായ സ്വാതന്ത്ര്യം വേണം, ഞാനും അതിനോട് യോജിക്കുന്നു. പക്ഷെ ആ സ്വാതന്ത്ര്യത്തിനും ഒരു പരിധിയുണ്ട്. നമുക്കൊരു കൂട്ടായ്മയില്ല, നമ്മളെ നിയന്ത്രിക്കാൻ ആരുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വഴിയിൽ തൂക്കിയ ചെണ്ടയാണ് ഹിന്ദു. ഹിന്ദു ഇന്ന് വഴിയിൽ തൂക്കിയ ചെണ്ടയാണ്, ആർക്കും കൊട്ടാം. പിന്നെ പിണറായി വിജയന്റെ രണ്ടാം കൂടി ആയതുകൊണ്ട് അതും സഹിക്കേണ്ടി വരും, അയാൾ എന്ത് ചെയ്താലും. ഈ മുഴുവൻ മദ്രസകളിൽ മുഴുവൻ കൊച്ചു മക്കളെ അടക്കം 5, 6, 10 വയസ്സായ പെൺമക്കളെ അടക്കം പീഡിപ്പിക്കലും ഞോണ്ടലും മാന്തലും കേട്ട് ദിനം പ്രതി, നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്ക്, മദ്രസ പീഡനം എന്നൊന്ന് അടിച്ചു കൊടുത്താൽ മതി, ആയിരക്കണക്കിന് കേസുകളാ വരിക, ആയിരക്കണക്കിന്. അതൊരു ഹിന്ദുവിന്റെ ആയിരുന്നെങ്കിലോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്ക്. അതൊരു ഹിന്ദുവിന്റെ ആയിരുന്നെങ്കിലോ?
ഈ മദ്രസ പീഡനം എന്ന് പറഞ്ഞിട്ട് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ജനുവിനായിട്ട് വരുന്ന എല്ലാ സംഗതികളും ആയിരക്കണക്കിന് ന്യൂസുകളാണ്. അതിന് ഈ പറയുന്ന ആൾക്കാരുടെ അമ്മമാര് തന്നെ കൂട്ടാണ്. ഉസ്താദിന് മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടും, ഉസ്താദിന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടും, ഉസ്താദിന് ബീഫ് വളർത്തിയതും ബീഫ് ബിരിയാണിയും ഒക്കെ കൊണ്ട് അങ്ങോട്ട് കൊണ്ട് തിന്നാൻ കൊടുത്തിട്ട് സ്വന്തം മക്കളെ പീഡിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് നയിക്കുന്ന അമ്മമാരും ഉണ്ട് നമ്മുടെ നാട്ടില്. എനിക്കറിയാം, ഒരുപാട് കേസുകൾ അറിയാം. അങ്ങനെ തിന്ന് മതം പൊട്ടിയിട്ട് കുഞ്ഞുമക്കളെ ദ്രോഹിക്കുന്ന എത്ര എണ്ണുണ്ട്. അത് മുഴുവനും നടക്കുമ്പോഴും നമ്മുടെ സർക്കാരോ അതിന് അധികാരപ്പെട്ടവരോ അതിന് കേസെടുക്കാനോ അത് ചോദ്യം ചെയ്യാനോ എന്തിനെ നമ്മുടെ ന്യൂസ് ഏജൻസ് പറയാൻ വിട്ടുപോയോ വലിയൊരു സംഗതികളാണ്. എന്ത്, ഒരു പാവപ്പെട്ട ഹിന്ദുവിന്റെ വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അവന്റെ ചിത കത്തുന്നതിന് മുമ്പ് അവന്റെ അണ്ണാക്കിൽ കൊണ്ട് കുത്തി കയറ്റിട്ട് ചോദിക്കും, നീ പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു, എങ്ങനെയാണെന്നുള്ളത്. ഒരു സമാധാനം കൊടുക്കില്ല. അത്രയ്ക്കും പബ്ലിക് ആയിട്ട് പേര് പറയാൻ ഒരു പ്രശ്നവുമില്ല, വിളിച്ച് പറയാൻ ഒരു പ്രശ്നമില്ല. എല്ലാം തോന്നിയ പോലെ ആ കുടുംബത്തെ മുഴുവൻ നാമാവശേഷമാക്കുന്ന രീതിയിൽ അവന് പിന്നെ നാളെ സമൂഹത്തിൽ ജീവിക്കുകയേ വേണ്ട, ആ ലെവലിലാക്കും ചാനലുകാർ മൊത്തം. പക്ഷേ ഒരു മുസ്ലിമിന്റെ വീട്ടിലാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിലോ അവന്റെ പേര് പോലും പുറത്തു വരില്ല, അവന്റെ പേര് പോലും പുറത്തു വരില്ല. അതിന് പറയുന്ന ഓമന പേരാണ് പേരില്ലാത്ത. അതായത് പേരില്ല എന്ന് കണ്ടാൽ അപ്പൊ മനസ്സിലാക്കാം, അത് ഇതായിരിക്കും. കഞ്ചാവ് പിടിച്ചു, അതിന് പേരുണ്ടാവില്ല. മയക്കുമരുന്ന് പിടിച്ചു, പേരുണ്ടാവില്ല. മലദ്വാർ ഗോൾഡ് ഇറക്കി, പേരുണ്ടാവില്ല. അത് പേരുണ്ടാവണമെങ്കിൽ അത് ആരാവണം? ഹിന്ദു ആവണം. അപ്പൊ ചാനലുകാർക്ക് ഭയങ്കര ഉഷാറാണ്. അവന്റെ അടിവേരിളക്കി അവനെ അവസാനിപ്പിച്ച് പിന്നെ കുഴികുത്തി മൂടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടേ ചാനലുകാർ വായടക്കുള്ളൂ. അതുപോലെയാണ് ചാനലുകാർ. ചാനലുകാർക്കും അതാണ്, വർഗം നോക്കിയിട്ട് തന്നെ പറയുള്ളൂ. അവർക്കും വർഗം പ്രശ്നമാണ്. കാരണം അവരെ നിയന്ത്രിക്കുന്നതും ഈ വർഗമാണ്. അവരെന്തു പറയണം, എന്തു പറയണ്ടെന്ന്, എവിടെ ഇരിക്കണം, എപ്പ ഇരിക്കണം, എപ്പ കിടക്കണം എന്നുള്ളത് ഇവര് തീരുമാനിക്കും. ചാനലുകാർ മുള്ളണോ, ഇവര് തീരുമാനിക്കും. അപ്പൊ ചാനല് ആ മൊത്തം ന്യൂസ് എഡിറ്റ് ചെയ്യുന്നതും ന്യൂസ് വരുത്തുന്നതും ഏത് ന്യൂസ് വേണം, ആരെ ന്യൂസ് വേണം, എങ്ങനെ വേണം എന്നുള്ളതൊക്കെ അവർ തീരുമാനിക്കും. അപ്പൊ ആ മേഖല സേഫായി. അത് കഴിഞ്ഞ് കച്ചവടത്തിലേക്ക് നിങ്ങൾ കച്ചവടം ബിസിനസ് ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ബിസിനസ് ജിഹാദ് ഉണ്ട്, ലവ് ജിഹാദ് ഉണ്ട്, ബിസിനസ് ജിഹാദ് ഉണ്ട്. ബാക്കി എവിടെയൊക്കെ വേണം ജിഹാദുകൾ അവിടെയൊക്കെ ഉണ്ട്. അവിടെയും ഹിന്ദു തന്നെയാണ് നാശത്തിന്റെ പടുവക്കിലെത്തി നിൽക്കുന്നത്. ആരാണ് ഉത്തരവാദി? ഈ കഴിഞ്ഞ 10-70 കൊല്ലം ഈ കേരളത്തെ ഭരിച്ച് മുടിച്ച ഈ രണ്ട് സർക്കാരും, ഈ കോൺഗ്രസും ഈ മാർക്സിസ്റ്റും ഈ കമ്മ്യൂണിസ്റ്റും മാറി 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 നമ്മുടെ നാടിന് ഈ പറയുന്ന ഓമന പുത്രന്റെ പേരില് കുരുതി കൊടുത്ത വർഗത്തിന്റെ പേരാണ് ഹിന്ദു. ഈ പറയുന്ന ഓമന പുത്രന് വേണ്ടി കുരുതി കൊടുത്ത വർഗത്തിന്റെ പേരാണ് ഹിന്ദു. ഇപ്പോഴും അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പിണറായി വിജയന്റെ ആയാലും മറ്റും പിന്നെ പ്രതിപക്ഷത്തിൻ്റെതായാലും ഏറ്റവും ഓമനപ്പെട്ട മക്കൾ ആരെന്ന് ചോദിച്ചാൽ ആ വർഗമാണ് ഈ വർഗം. അവർക്ക് വേണ്ടി ഇവർ മരിക്കാൻ തയ്യാറാണ്. നമ്മളൊന്നും അവരുടെ മുൻപിൽ മനുഷ്യരെയല്ല. പക്ഷെ ഹിന്ദു അങ്ങനെയാണോ? കമ്മ്യൂണിസ്റ്റുകൾ ഹിന്ദുക്കൾ ഇങ്ങനെ ചെന്ന് കിടക്കുകയല്ലേ അട്ടിപ്പേറായിട്ട്. അഡിക്റ്റ് ആണ്, കുറെ എണ്ണം ഉണ്ട് അഡിക്റ്റ് ആയിട്ട്. രാഷ്ട്രീയം മാറാത്ത, എന്റെ രാഷ്ട്രീയം, ഞാൻ എന്റെ അച്ഛനെ മാറിയാൽ ഞാൻ എന്റെ രാഷ്ട്രീയം മാറില്ലേ? എന്ത് പിണ്ണാക്കാണ് രാഷ്ട്രീയത്തിൽ? മാങ്ങാത്തൊലിയോ? രാഷ്ട്രീയം കൊണ്ടാണോ ജീവിക്കുന്നേ? നിന്റെ വീട്ടിൽ നീ പണിയെടുത്താൽ നിനക്ക് കഞ്ഞി കുടിക്കാം. ഈ രാഷ്ട്രീയത്തിന് അടിമപ്പെട്ട് നടക്കുന്ന അടിമകളോടാണ് ഞാൻ പറയുന്നത്. അന്തം കമ്മി അടിമകളെ, കോൺഗ്രസ് അടിമകളെ, രണ്ട് അടിമകളോടാണ് ഞാൻ പറയുന്നത്. നിന്റെ വീട്ടിൽ നീ പണിയെടുത്താൽ നിനക്ക് ജീവിക്കാം. നാട്ടുകാരെ പണിയെടുത്ത് കൊണ്ടുവരൂല ഈ രാഷ്ട്രീയക്കാര്. ഒരു നേരം വന്നിട്ട് ഒരു നാഴി കഞ്ഞി നമുക്ക് തരില്ലേ? പക്ഷെ നമുക്കങ്ങ് ആരാധനയാണ്. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ മരിക്കാനും കൊല്ലാനും തയ്യാറാണ്. ആഹാ, പിണറായി വിജയന്റെ മക്കളാരെങ്കിലും വരുമോ നമ്മളെ പിന്നെ ആശ്വസിപ്പിക്കാനോ താലോലിക്കാനോ ഒരു നോക്ക് കാണാനോ? ഇല്ല, അത് പറ്റത്തില്ല. ഈ രാഷ്ട്രീയക്കാരുടെ മക്കൾ ആരെങ്കിലും വരുമോ? അവരൊക്കെ നല്ല നിലയിൽ പഠിച്ച് കുടുംബമൊക്കെ ആയി കുട്ടികളൊക്കെ ആയി അവർ സുഖമായിട്ട് വിദേശങ്ങളിൽ അടക്കം ഇരുന്നിട്ട് സുഖമായി ജീവിതം ആസ്വദിക്കുന്നു. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് നടക്കുന്ന പിണിയാളുകളോ, അവരാണ് ഏറ്റവും വലിയ കുട്ടിച്ചെകുത്താന്മാര്. അവർക്കൊരിക്കലും ഒരു മാറ്റം ഉണ്ടാവില്ല. അതാണ് അവസ്ഥ. പക്ഷെ കാലം എത്രയൊക്കെ മുന്നോട്ട് പോയാലും ഞാൻ ഇന്നും എൻ്റെ നാട്ടില് അല്ലെങ്കിൽ എൻ്റെ കേരളത്തില് നമ്മൾ അനുഭവിച്ചിരുന്ന മതേതരത്വം ആലോചിച്ചിട്ട് ഒരുപാട് സങ്കടമുണ്ട്. അതില്ലാണ്ടാക്കിയത് ഈ മതമേലധ്യക്ഷന്മാരും അല്ലെങ്കിൽ ഈ മതമേലധ്യക്ഷന്മാരിലെ ഒരാൾക്കെങ്കിലും നന്മ പറഞ്ഞു കൊടുത്തൂടെ? മനുഷ്യരെ നമ്മൾ തമ്മിൽ വേർതിരിവ് വേണ്ട. നമുക്ക് നമ്മുടെ വിശ്വാസം, അവർക്ക് അവരുടെ വിശ്വാസം. അവര്
എന്റെ വിശ്വാസത്തെ മാനിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ മാനിക്കണം എന്ന് നല്ല വാക്ക് പറഞ്ഞു കൊടുത്താൽ ഇവർക്കും നല്ലത് തോന്നില്ലേ? എന്റെ ബാറ്ററി ഡൗൺ ആണ്, ഞാൻ എന്തായാലും തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും എനിക്ക് അഹമ്മദ് മാഷിന്റെ കണ്ണീരിനോട് ഒരുപാട് സങ്കടം തോന്നി, അതുകൊണ്ട് ഞാൻ 2 വാക്ക് പറഞ്ഞതാണ്. അഹമ്മദ് മാഷ് സങ്കടപ്പെട്ട, അല്ലെങ്കിൽ ഞാനൊക്കെ ഇന്നും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു മതേതരത്വം നമ്മുടെ നാട്ടില് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അത്രേ പറ്റുള്ളൂ. അതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആഗ്രഹിക്കാനേ നമുക്ക് പറ്റുള്ളൂ. അത് നമ്മൾ അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിക്കണം. എന്നാ നമ്മുടെ നാട്ടിലും വരും ഈ പറയുന്ന മതേതരത്വം. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്നായി ചിന്തിക്കാം, ഒന്നായി പെരുമാറാം, ഒരുപോലെ സ്നേഹിക്കാം. ജാതി വേണ്ട, മതം വേണ്ട, യാതൊന്നും വേണ്ട. നമ്മളെല്ലാവരും ഒന്നാണ്. ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ശരി, എല്ലാവരും